2012 അവ്യക്തമായ ഒരു ഓർഡറാണ്. ആ അവ്യക്തമായ ഓർഡറിന്റെ പശ്ചാത്തലത്തിൽ അത്രയും കാലം ഉണ്ടായിരുന്ന കീഴ്വഴക്കങ്ങൾ ലംഘിക്കണം എന്ന് പറയുന്നതിനകത്ത് എന്തൊരർത്ഥമാണ്? ഒന്നാമത്തെ കാര്യം, ഈ ഓർഡർ ഉണ്ട് എന്ന കാര്യം എന്നോട് അന്നത്തെ കമ്മീഷണർ പറഞ്ഞിട്ടില്ല, സെക്രട്ടറി പറഞ്ഞിട്ടില്ല, എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിട്ടില്ല, എഒ പറഞ്ഞിട്ടില്ല, ചീഫ് എഞ്ചിനീയർ പറഞ്ഞിട്ടില്ല, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞിട്ടില്ല. ഒരാളും ലൈസൺ ഓഫീസർമാര്, വക്കീലുമാര് ആരും ഈ വിഷയത്തെക്കുറിച്ച് അവിടെ പ്രതിപാദിച്ചിട്ടില്ല. ശബരിമലയിലെ ക്രമക്കേടുകൾ മുൻനിർത്തി പല കുൽസിത രാഷ്ട്രീയ നീക്കങ്ങൾക്കും പ്രതിപക്ഷം ശ്രമിച്ചതാണ്. കോടതി തൃപ്തി രേഖപ്പെടുത്തിയ അന്വേഷണത്തിന്റെ ചെമ്പൻ കുതിരയെ പിടിച്ചുകെട്ടാൻ പലകുറി ബാഹ്യ സമ്മർദ്ദങ്ങളുടെ രൂപത്തിൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതാണ്. കോടതിയുടെ വിമർശനത്തിന് പോലും വഴിവെച്ചു അത്തരം പ്രവർത്തികൾ. ചെമ്പൻ കുതിരയുടെ അന്വേഷണ പാച്ചിലിതാ വാജിവാഹനത്തിലേക്കെത്തി. UDF കാലത്ത് നിയമിച്ച ദേവസ്വം ബോർഡിന്റെ ചെയ്തികളിതാ വസ്തുതകളുടെ കൊടിയടയാളം പോലെ ഉയർത്തപ്പെടുന്നു. ദേവസ്വം ഉത്തരവുകൾ പോലും ലംഘിച്ച് വാജിവാഹനം തന്ത്രിക്ക് നൽകി. സ്പോൺസർ ഉണ്ടായിട്ടും കൊടിമര പ്രതിഷ്ഠയ്ക്ക് പണം പിരിച്ചു. ഇത്രനാളും വാചകപ്പുരയ്ക്ക് തീ കൊളുത്തിയവർ, തെരഞ്ഞെടുപ്പുകൾക്ക് ആയുധമാക്കിയവർ, അവർ തന്നെ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാകുന്നു. ആത്മീയ മഹത്വത്തിൻ്റെ അയ്യപ്പ മന്ത്രം പോലെ, തത്വമസി സന്ദേശം പോലെ, അത് നീ തന്നെയാകുന്നുവോ? ദേവസ്വം ഉത്തരവ് പോലും അറിയാതെ തറയും തലയും മറന്ന് കപടതന്ത്രങ്ങൾക്ക് ചൂട്ടുകൊളുത്തിയ ആ കൈകൾ, ആ കൈപ്പത്തികൾ ആരുടേത്? വാജിയിൽ തെളിയുന്ന വസ്തുതയെന്ത്? നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് M. രാജഗോപാലൻ നായർ, കോൺഗ്രസ് വക്താവ് തൗഫീഖ് രാജൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M. ജയചന്ദ്രൻ. ആദ്യം ട്രാവൻകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് M. രാജഗോപാലൻ നായരിലേക്ക്. ശ്രീ രാജഗോപാലൻ നായർ, 2012 ഉത്തരവനുസരിച്ച് വാജിവാഹനമല്ല ഏതൊരു വസ്തുക്കളും അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടത് മറ്റൊരാൾക്ക് നൽകാൻ, വ്യക്തികൾക്ക് നൽകാൻ ഉള്ള എല്ലാ കീഴ്വഴക്കങ്ങളെയും നിരോധിച്ചുകൊണ്ടുള്ള 2012 ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിൽ എന്തെങ്കിലും അവ്യക്തതകളുണ്ടോ? ദേവസ്വം ബോർഡിൻ്റെ ഭാഗവാക്കായ അജയ് തറയിൽ അല്പം മുമ്പ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. രണ്ടായിരത്തി 12 8-ാം മാസത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇറക്കിയിട്ടുള്ള ഒരു പ്രൊസീഡിങ്സ് 8-ാം മാസത്തിലല്ല 6-ാം മാസം. ആ പ്രൊസീഡിങ്സ് ഒരു പൊടുന്നനെ ഉണ്ടായ സാധനമല്ല. 2011 ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി അധികാരമേറ്റതിന് ശേഷം അഖില കേരള തന്ത്രി സമാജത്തിൻ്റെ ദക്ഷിണ മേഖല സമിതി, കുഴിക്കാട്ട് വാസുദേവൻ ഭട്ടതിരിപ്പാടാണ് അതിൻ്റെ പ്രസിഡൻറ്റ്. അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പം തിരുവല്ലയിലെയും മറ്റ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെയും തന്ത്രിമാർ എന്നെ നേരിട്ട് കണ്ട് അവരുടെ അവശതകൾ വിവരിക്കുന്ന നിവേദനം തന്നു. ആ നിവേദനത്തിൽ വളരെയധികം കാര്യങ്ങളുണ്ടായിരുന്നു. അവരുടെ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച്, അവരുടെ യാത്രകളെ സംബന്ധിച്ച്, അവരുടെ താമസ സൗകര്യങ്ങളെ സംബന്ധിച്ച്, അവർക്ക് കൊടുക്കുന്ന തുച്ഛമായ വേതനത്തിനെ സംബന്ധിച്ച്, അവർ പൂജയ്ക്ക് വരുമ്പോൾ അവർ ധരിക്കേണ്ട ഡ്രസ്സ്, അതിനുള്ള അലവൻസിനെ സംബന്ധിച്ച്, അവർക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് കാർ അലവൻസിനെ സംബന്ധിച്ച്, അവർ കൂടെ കൊണ്ടുവരുന്ന പരികർമ്മികളുടെ വേതനത്തിനെ സംബന്ധിച്ച്, ഇങ്ങനെ നിരവധി ഒരു ലോങ് ഡിമാൻഡുകൾ ഉള്ള ഒരു നിവേദനമാണ് എനിക്ക് തന്നത്. ഞാൻ ആ നിവേദനം അല്പസമയം കഴിഞ്ഞപ്പോൾ അതിനൊരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവരുടെ അവശതകൾ പരിശോധിച്ച് പഠിച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞു. കാരണം കാലാകാലങ്ങളിലായി തന്ത്രിമാരുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച് ഓരോ ബോർഡും അല്പസ്വല്പം മാറ്റങ്ങൾ, വർധനവും അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും കൊടുത്തു വരുന്നു. എങ്കിലും അതെങ്ങനെ പുരോഗമിച്ചു, എത്രയിടം വരെ എത്തി നിൽക്കുന്നു, ഇപ്പോഴത്തെ സ്ഥിതി എന്താ എന്ന് ബോർഡിന് എനിക്ക് നേരിട്ട് തന്നെ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ആ നിവേദനം അവർക്ക് പഠിക്കാൻ കൊടുത്തത്. ദേവസ്വം
ബോർഡിലെ അന്നത്തെ സീനിയർ മോസ്റ്റ് ഉദ്യോഗസ്ഥനായിരുന്ന ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ കൺവീനർഷിപ്പിൽ കൊടുത്ത അത് രൂപീകരിച്ച ഒരു സമിതിയാണ്. ആ സമിതി തന്ത്രിമാരെ നേരിട്ട് വിളിച്ചു വരുത്തി ഈ നിവേദനത്തിനെ സംബന്ധിച്ച് അവരുമായിട്ട് ഒരു ഹിയറിംഗ് കണ്ടക്ട് ചെയ്തു. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അവരുടെ പേഴ്സണൽ ഹിയറിങ്ങിന് അവസരം കൊടുത്ത് അവസാനം അതൊരു റിപ്പോർട്ടിൻ്റെ രൂപത്തിൽ, ഒരു ശുപാർശയുടെ രൂപത്തിൽ ബോർഡിന് സമർപ്പിച്ചു. എനിക്ക് തന്നു. ആ ശുപാർശ ഞാൻ ദേവസ്വം കമ്മീഷണർക്ക് അയച്ച് ദേവസ്വം കമ്മീഷണറുടെ ഒപ്പീനിയൻ വാങ്ങി. അതാണ് അവിടുത്തെ ഒരു ചിട്ടവട്ടം. ആ ഒപ്പീനിയൻ കൂടെ വാങ്ങിയതിന് ശേഷം ഞാൻ ഈ തന്ത്രിമാരുമായിട്ട് നേരിട്ട് ചർച്ച ചെയ്ത് അതിൽ അംഗീകരിക്കാവുന്ന, അവരുടെ ഡിമാൻഡിൽ അംഗീകരിക്കാവുന്നത് ഏതൊക്കെയാണ് എന്ന് അവരോട് പറഞ്ഞവരെ ബോധ്യപ്പെടുത്തി, അംഗീകരിക്കാൻ കഴിയാത്തത് ഏതാണ് എന്ന് അവരോട് പറഞ്ഞ് അവരുടെ സമ്മതവും വാങ്ങി ആണ് ദേവസ്വം ബോർഡ് ഉത്തരവിറക്കുന്നത്. അതാണ് 2012 ഉത്തരവ്. ആ ഉത്തരവിൽ ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ വേതനത്തിനെ സംബന്ധിച്ചൊക്കെ. ഞാൻ ഇനി അത് ആവർത്തിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ വിവാദപരമായ പ്രശ്നം വാജിവാഹനമാണ്. അവർ ഉന്നയിച്ചിരുന്ന ആവശ്യം ഞാൻ കാണിക്കാം. വാജിവാഹനമല്ല, അവർ ഉന്നയിച്ചിരുന്ന ഡിമാൻഡ് ഈ ക്ഷേത്രത്തിലെ ഡിമാൻഡ് ഇങ്ങനെയാണ്: ക്രിയാദികൾക്ക് ശേഷം ആചാരപരമായി തന്ത്രിക്ക് കൊണ്ടുപോകാനുള്ള അവകാശപ്പെട്ടവ കൊണ്ടുപോകുമ്പോഴുള്ള അനാവശ്യ തർക്കങ്ങളും വിവാദങ്ങളും ഒഴിവാക്കുന്നതിൽ നയരൂപീകരണം നടത്തുക എന്നതാണ് ഡിമാൻഡ്. അതായത് പൂജകളെല്ലാം കഴിയുമ്പോൾ കൺസ്ട്രക്ഷൻ ആയാലും ഇതേപോലെ കൊടിമര പ്രതിഷ്ഠയൊക്കെ ആയാലും ശരി, അത് കഴിഞ്ഞു പോകുമ്പോൾ കേടുപാടുകൾ വരുന്ന സാധനങ്ങൾ അവർ കൊണ്ടുപോകുന്ന കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കണം എന്നാണ് അവരാവശ്യപ്പെട്ടത്. അത് കൊണ്ടുപോകുന്ന സമയത്ത് പലപ്പോഴും തർക്കമുണ്ടായിട്ടുണ്ട് എന്നാണ് ആ സൂചന. ഏതായാലും ആ കാര്യം അവരുമായിട്ട് ചർച്ച ചെയ്തു. അവരുമായിട്ട് ചർച്ച ചെയ്തു. അതിലെ ആളുകൾ ഞാൻ പറയാം ആരൊക്കെയാണ് ആ ചർച്ചയിൽ ഉണ്ടായിരുന്നതെന്ന്. ചർച്ച ചെയ്തു. അതിൽ ഞാൻ പറഞ്ഞ മറുപടി, ഇപ്പോൾ പലതരത്തിലുള്ള സാധനങ്ങളും ക്ഷേത്ര സംബന്ധമായി പുനരുദ്ധാരണം നടക്കുമ്പോഴോ പുനഃപ്രതിഷ്ഠ നടക്കുമ്പോഴോ കേടുപാടുകൾ വന്ന് റിപ്പയർ നടത്തുമ്പോഴോ ഒക്കെ അത് ബാക്കി വരാം. ഉപയോഗമുള്ളതും ഇല്ലാത്തതും ഉണ്ടാവാം. ഉപയോഗമില്ലാതെ ഉപയോഗിക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഇപ്പോൾ ശിവലിംഗം അത് മാറ്റുന്നു, നാഗർ പ്രതിഷ്ഠ അത് മാറ്റുന്നു, അതുപോലെയുള്ള രൂപങ്ങൾ മാറ്റുന്നു. ഇതൊന്നും മറ്റൊരു വിധത്തിലും ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അത് തട്ടിപ്പൊടിച്ച് വേറെ സാധാരണ ചെയ്തു വരുന്നത് കിണറുണ്ടെങ്കിൽ കിണറിൽ നിക്ഷേപിക്കില്ല. ബാക്കി സാധനങ്ങൾ എവർക്ക് കൊണ്ടുപോകണം എന്ന ഡിമാൻഡ്, അതായത് മെറ്റൽ പോലുള്ളത് അവർക്ക് കൊണ്ടുപോകണം എന്ന ഡിമാൻഡാണ് അവർ വെച്ചത്. ഞാൻ അവരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായി തന്നെ സൂചിപ്പിക്കാം, ആധികാരികത എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ എന്ന് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ആധികാരികയൊന്നുമില്ല, ഞങ്ങളിത് ബാക്കി വരുന്നത് അത് അങ്ങനെ അനാചാരമായി അവിടെ കിടക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നതാണ്. അതിനൊരു അംഗീകാരമാണ് അവർ ചോദിച്ചത്. ഞാൻ പറഞ്ഞ മറുപടി, ഇപ്പോൾ ഈ വാജിവാഹനം എന്നുള്ളതൊക്കെ വിഷയം ഇപ്പോൾ വന്നതല്ലേ. കൊടിമരത്തിൽ ധാരാളം സാധനങ്ങൾ ഇളക്കി മാറ്റുന്നതുണ്ട്, പറയുൾപ്പെടെയുണ്ട്. പഴയ പറ മാറ്റി പുതിയ പറ സ്ഥാപിക്കുമ്പോൾ പഴയ പറ എവിടെ കൊണ്ടുപോകും? തന്ത്രിക്ക് കൊടുക്കുമോ? അത് നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് പോകും, സ്ട്രോങ് റൂമിലേക്ക് പോകും. അതുപോലെ ചെറിയ സാധനങ്ങളാണെങ്കിൽ പോലും അത് അക്കൗണ്ട് ചെയ്ത് നമ്മുടെ സ്ട്രോങ് റൂമിൽ കൊണ്ടുപോയി സ്റ്റോക്കിൽ ചേർക്കുന്ന സാധനമാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞങ്ങളുടെ സ്റ്റോക്ക് രജിസ്റ്ററിലുള്ളതാണ്. ആ സ്റ്റോക്ക് രജിസ്റ്ററിലുള്ള സാധനം നിങ്ങളെ കൊണ്ടുപോകാൻ അനുവദിച്ചാൽ ആ സ്റ്റോക്കിൽ എങ്ങനെ കുറവ് ചെയ്യും? നിങ്ങൾക്കത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡിൻ്റെ സ്റ്റോക്ക് രജിസ്റ്ററിൽ കുറവ് ചെയ്യാൻ കഴിയില്ല. ഒരു 4-5 രജിസ്റ്റർ ഉള്ളതാണ്, ആറന്മുള മുതൽ എങ്ങോട്ടും ഒരുപാട് സ്ഥലത്തുള്ള. അപ്പോൾ യഥാർത്ഥത്തിൽ അവരത് അംഗീകരിച്ചു. അവരംഗീകരിച്ച ആ ചർച്ചയിൽ പങ്കെടുത്ത ആളുകളെ കൂടി ഞാൻ ആദ്യം പറയാം, ആരും മോശക്കാരല്ല. അവരെല്ലാം മിക്കവാറും പേരിപ്പോൾ ജീവിച്ചിരിപ്പുള്ള ആളുകളാണ്. അതിൽ ആ ചർച്ചയിൽ പങ്കെടുത്തത്
കുഴിക്കാട്ട് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് കേരളത്തിലെ ഏറ്റവും എന്താ വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു തന്ത്രിയാണ്. ഇപ്പോൾ ഞാൻ പേഴ്സണലായി പോലും അദ്ദേഹം അങ്ങനെയാണ്. രണ്ടാമത്തെ തന്ത്രി കുഴിക്കാട്ട് അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ഒട്ടും മോശക്കാരനല്ല. ദേവൻ സനൻ നാരായണൻ നമ്പൂതിരി, അദ്ദേഹവും മണ്ണാറശാല ഹരിപ്പാട് തന്ത്രിയാണ്. അടുത്തത് രാകേഷ് നാരായണൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹം പരമ്പൂരിലെ മഹാദേവൻ കാർത്തികപ്പള്ളി ഹരിപ്പാടുകാരനാണ്. ഇവരൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുത്തവരാണ്. ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ ഈ ചർച്ചയുടെ മിനിറ്റ്സിൽ അവസാനം എല്ലാവരും ഒപ്പിട്ട് സമ്മതിച്ചതനുസരിച്ച് അവരുടെ വേതനം ഉൾപ്പെടെ വർധനവ് കൊടുക്കുകയും അവർക്ക് കാർ യാത്രയ്ക്കുള്ള TA കൊടുക്കുകയും താമസ സൗകര്യം കൊടുക്കുകയും അവർക്ക് ഡ്രസ് അലവൻസ് ഓരോ ദിവസവും ഉള്ള ഡ്രസ് അലവൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഇതേപോലെ അവർക്കുള്ള ആവശ്യമുള്ള എല്ലാ ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചു കൊടുത്തതിന് ശേഷം ദേവസ്വത്തിൻ്റെ സ്വത്തായിരിക്കുന്ന പ്രധാനപ്പെട്ട സ്വത്തുക്കൾ നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല എന്ന് പറഞ്ഞു. അവരും മാന്യമായി അത് സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബോർഡ് തീരുമാനമെടുത്തു. ബോർഡ് തീരുമാനമെടുത്ത് കഴിയുമ്പോൾ ചെയ്യുന്നത്, ഇത് ദേവസ്വം ഭരണത്തിൻ്റെ കീഴിലായതുകൊണ്ട് അതിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് കമ്മീഷണറാണ്. ദേവസ്വം ബോർഡിൻ്റെ തീരുമാനമായി അതിൻ്റെ പ്രൊസീഡിങ്സ് കമ്മീഷണർക്ക് കൊടുക്കുന്നു. കമ്മീഷണർ അത് എല്ലാ ഓഫീസുകളിലേക്കും, അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫീസുകളിൽ താഴോട്ടുള്ള എല്ലാ ഓഫീസുകളിലേക്കും അയക്കുകയും ആ ഉത്തരവിൽ തന്നെ വാസുദേവൻ ഭട്ടതിരിപ്പാടിന് മാർക്ക് ചെയ്ത് ദക്ഷിണ കേരള തന്ത്രി സമാജത്തിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് മാർക്ക് ചെയ്ത് അത് കൊടുത്തിട്ടുണ്ട്. ഇന്നേ വരെ ഒരു തർക്കവും അതിനെ സംബന്ധിച്ച് പിന്നെ ഉണ്ടായിട്ടില്ല. അതുപോലെ ഒരു അവ്യക്തതയും ആ കാര്യത്തിൽ അജയ്തറയിൽ പറഞ്ഞ ചില വാദങ്ങളാണ് ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അത് സംശയം താങ്കൾ തന്നെ ദൂരീകരിക്കേണ്ടതുണ്ട്. കാരണം ഈ ദേവസ്വം കമ്മീഷണറുടേതാണ് ഉത്തരവ്, ദേവസ്വം ബോർഡ് ഉത്തരവാണെങ്കിലും കമ്മീഷണറാണ്, സെക്രട്ടറി അല്ല എന്നൊക്കെ ചില സാങ്കേതികത്വം അദ്ദേഹം പറഞ്ഞു. അത് അത്ര ശരിയാണ് അതേ സംബന്ധിച്ച്? ഒരുപക്ഷെ അല്ല, ഞാൻ പറയട്ടെ, ദേവസ്വം ബോർഡിന് 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ദേവസ്വം ബോർഡ് ഉണ്ട്, കമ്മീഷണറേറ്റും ഉണ്ട്. കമ്മീഷണറേറ്റ് ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. ഇനി ആ ഉത്തരവ് ഞാനൊന്ന് വായിച്ചേക്കാം, അപ്പോൾ മനസ്സിലാവും. അഖില കേരള തന്ത്രി സമാജത്തിൻ്റെ ഏതാനും ആവശ്യങ്ങൾ സംബന്ധിച്ച് അവർ സമർപ്പിച്ച നിവേദനം വിശദമായി പഠിച്ച് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ തയ്യാറാക്കി സമർപ്പിച്ചിട്ടുള്ള സൂചന 1 നമ്പർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാനും ഭേദഗതികളോടെ പ്രസ്തുത റിപ്പോർട്ട് അംഗീകരിച്ച് ബോർഡ് ഉത്തരവായിട്ടുള്ളതാണ്. ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാണ്. ആയതിന് പ്രകാരം അനുവദിച്ചതിൻ്റെ വിവരം താഴെ ചേർക്കുന്നു എന്ന് പറഞ്ഞ് കമ്മീഷണർ താഴോട്ട് അയക്കുന്നതാണ്. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ തീരുമാനം സെക്രട്ടറി അയക്കുന്നത് പോലെ, ചീഫ് സെക്രട്ടറി ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കൊടുത്ത് അയക്കുന്നത് പോലെയുള്ള, അതൊന്നും ഒരു ബാലിശമായ അഭിപ്രായമല്ലേ. ഇനി മറ്റൊന്ന്, ഈ ലോഹങ്ങൾ ലോഹങ്ങളാണ് ഇത്തരത്തിൽ ജഡാവസ്ഥയിൽ എത്തുന്നത്. അതായത് ഈ പുതുക്കി പണിയുമ്പോൾ വരുന്ന അവശിഷ്ടം ലോഹങ്ങളാണെങ്കിൽ അത് ആചാര്യന് നൽകുക, പാറയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരം കല്ലാണെങ്കിൽ അത് പൊടിച്ച് നദിയിൽ ഒഴുക്കുക, ഇനി വുഡാണെങ്കിൽ മീൻസ് തടിയാണെങ്കിൽ അത് ചിതയിൽ വെച്ച് ദഹിപ്പിക്കുക, അതിൻ്റെ ഭസ്മം ഒഴുക്കുക. ഇങ്ങനെയാണ് കീഴ്വഴക്കം. ആ കീഴ്വഴക്കമാണ് താൻ പിൻപറ്റിയത് എന്നാണ് അജയ്തറയിൽ പറയുന്നത്, തൻ്റെ ദേവസ്വം ബോർഡ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത, അത് റദ്ദാകുന്നതല്ലേ ഈ ഉത്തരവ്? ഞാൻ ഒന്നുകൂടി അത് ക്ലാരിഫൈ ചെയ്യാം. ഈ ലോഹം ആചാര്യനുള്ളതും മറ്റ് സാധനങ്ങൾ നശിപ്പിച്ചു കളയേണ്ടതും ആണ് എന്ന് എവിടെ പറഞ്ഞിരിക്കുന്നു? അതൊരാചാരമാണോ? അതൊരു കീഴ്വഴക്കമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ലോഹ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ മേൽക്കൂരയിലെ ഷീറ്റുകൾ മാറ്റിയാൽ ഷീറ്റ് വീട്ടിൽ കൊണ്ടുപോകാം പുതിയ ഷീറ്റ് ഇടുമ്പോൾ എന്നല്ലേ അതിൻ്റെ അർത്ഥം? കതക് മാറ്റുമ്പോൾ ആ കതക് വീട്ടിൽ കൊണ്ടുപോകാം പുതിയ കതക് വയ്ക്കുമ്പോൾ എന്നാണല്ലോ അർത്ഥം. മിക്കവാറും ക്ഷേത്രങ്ങളിൽ പറയുണ്ട്. പറ മീൻസ് കൊടിമരത്തിൻ്റെ പറ. 10 പറ 8 പറയുള്ളതുണ്ട്, 18 വരെയുള്ളത്. പറ അറിയാമല്ലോ, പറ ഇറക്കിയാണ് കൊടിമരം പൊക്കുന്നത്. ആ പറ മാറ്റിയിട്ട് പുതിയ പറ സ്ഥാപിക്കുകയും അത് സ്വർണം പൂശുകയും ചെയ്യാറുണ്ട്. സാധാരണ ഈ അടുത്ത കാലങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ആ പറ ആചാര്യം കൊണ്ടുപോകുമോ പഴയ പറ? ഈ വാദത്തിൽ എന്താ മീനിങ്? ഇതെല്ലാം ദേവസ്വം ബോർഡിൻ്റെ സ്വത്തല്ലേ? ആ സ്വത്ത് ആചാര്യന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കാണിക്കയിൽ വരുന്ന സാധനങ്ങൾ കൊടുക്കേണ്ടി വരില്ലേ?
ഞാൻ വളരെ അതിനായിട്ട് ഞാൻ അങ്ങനെ ഒരു ക്രിട്ടിസൈസ് ചെയ്യാൻ ഉദ്ദേശമില്ല. അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് അദ്ദേഹത്തിനോട് പേഴ്സണലായി ഒരു തർക്കവും ആ കാര്യത്തിൽ ഉന്നയിക്കാൻ ഞാൻ തയ്യാറല്ല. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് ശരിയാണ്. ശരി. ദേവസ്വം ബോർഡ് മെമ്പർമാരും പ്രസിഡന്റും എല്ലാം പഠിച്ചിട്ട് വരുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ് എന്ന വാദം ശരിയാണ്. പക്ഷേ തന്ത്രി സമുച്ചയത്തിലോ അതുപോലുള്ള സാധനങ്ങളിലൊന്നും കുഴിക്കാട്ട് പച്ചയിലും ഒക്കെ ഉണ്ടെന്നൊക്കെ ഓരോരുത്തരും ഓരോന്ന് പറയുന്നതായി ഞാൻ കേട്ടറിഞ്ഞു. പക്ഷെ അത് ശരിയല്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. ഇനി ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്, ഈ വാസുദേവൻ ഭട്ടതിരിപ്പാടും കൂടെ ഉണ്ടായിരുന്ന തന്ത്രിമാരും കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ തന്ത്രിമാരിൽപ്പെട്ടവരാണ്. എന്തെങ്കിലും ഈ കാര്യത്തിൽ ഞങ്ങളുടെ ഉത്തരവിറങ്ങിയിട്ട്, എൻ്റെ ഉത്തരവിറങ്ങിയിട്ട് 2012 അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഉത്തരവ് അദ്ദേഹത്തിന് മാർക്ക് ചെയ്തതായിട്ട് അതിൻ്റെ കോപ്പിയിലുണ്ട്. ഞാനിപ്പോൾ ബാക്കി സാധനങ്ങളിലൂടെ കയ്യിൽ വച്ചിട്ട് തന്നെയാണ് ഈ പറയുന്നത്. അദ്ദേഹം അഭിപ്രായ വ്യത്യാസം പറയാം. അദ്ദേഹം അതിനുശേഷം എത്രയോ കാര്യങ്ങളിൽ പല കാര്യങ്ങളും ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഈ റീസെൻ്റായി വരെ. മാത്രമല്ല മറ്റൊരു തന്ത്രിമാരും അതിൻ്റെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ല. ഇനി തന്ത്രി സമാജം മാത്രമല്ല, തന്ത്രി മണ്ഡലം അവിടെയുണ്ട്. രാധാകൃഷ്ണൻ പോറ്റിയായിരുന്നു അതിൻ്റെ ചെയർമാൻ ഈ കഴിഞ്ഞ മാസം വരെ. നിരന്തരമായി ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ഒരാളും ഈ ഒരു തീരുമാനത്തിന്, ഈ ഉത്തരവിന് ഇതേവരെ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അതൊരു എങ്ങനെങ്കിലും അതിലൊരു അവ്യക്തതയുണ്ട്. തീർച്ചയായും ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ആ ഉത്തരവിൽ ഒരു വ്യക്തത കുറവുമില്ല. തീർച്ചയായും ഒരു വ്യക്തത കുറവില്ല. തീർച്ചയായും കോൺഗ്രസ് വക്താവ് തൗഫീഖ് രാജനിലേക്ക്. കാരണം ആ ഉത്തരവ് കംപ്ലീറ്റ് ചെയ്യൂ ശ്രീ രാജഗോപാലൻ നായർ, കംപ്ലീറ്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞത് ആ ഉത്തരവ് ഈ ഒരു കാര്യത്തിന് മാത്രമുള്ള ഉത്തരവല്ല. അതിൽ ഏകദേശം 10-32 ഡിമാൻഡുകളുണ്ട്. ആ എല്ലാ ഡിമാൻഡുകളും 1 by 1 ആയിട്ട് അതിൻ്റെ മിനിറ്റ്സിൽ ചർച്ച ചെയ്ത് ഇറക്കിയിരിക്കുന്ന ഉത്തരവാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഓരോ ഡിമാൻഡും ചർച്ച ചെയ്തതായിട്ടും അതിൽ ബോർഡിൻ്റെ നിലപാട് എന്താണ് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇത് ഏറ്റവും അവസാനത്തെ ഖണ്ഡികയിൽ വന്ന ഡിമാൻഡാണ്. ബാക്കി അതിന് മുമ്പുള്ളത് അവരുടെ പ്രധാനപ്പെട്ട വിഷമതകളാണ്. അതെല്ലാം ബോർഡ് അംഗീകരിച്ചു കൊടുത്തു. ഓക്കെ, വ്യക്തമാണ് സാർ. ഞാൻ തൗഫീഖ് രാജനിലേക്ക്. ശ്രീ തൗഫീഖ് രാജൻ, കോൺഗ്രസ് വക്താവ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇവിടെ അജയ് തറയിൽ മുമ്പോട്ട് വെക്കുന്ന പ്രതിരോധം എന്നത് ഈ കാര്യത്തെ സംബന്ധിച്ച്, അതായത് ഈ ദേവസ്വം ബോർഡിൻ്റെ 2012 ഉത്തരവിനെ സംബന്ധിച്ച് 2017 ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഘട്ടത്തിൽ തങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നതാണ്. അങ്ങനെ ഒരു ഇഗ്നോറൻസ് ഒരു എക്സ്ക്യൂസായി നിയമത്തിൻ്റെ ഒരു വശങ്ങളും കാണുന്നില്ല. എന്താണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് ഇതേ സംബന്ധിച്ച് പറയാനുള്ളത്? അജിം ഷാദേ, ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ വാജ്യവാഹനമാണ് അങ്ങയുടെ അടക്കമുള്ള മാധ്യമങ്ങൾ വലിയ പ്രശ്നമാക്കി ഇന്നത്തെ ദിവസം അടക്കം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ വിഷയത്തിലേക്ക് തന്നെ വരാം. അതായത് ഇവിടെ 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്നാമതായി വാജ്യവാഹനം ഈ ഒഫീഷ്യലായി തന്ത്രിക്ക് കൈമാറിയതാണ്. അത് രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് അത് തന്ത്രിക്ക് കൈമാറുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ അടക്കമുണ്ട്. ഒഫീഷ്യലായി കൈമാറിയിട്ടുണ്ട്. അത് ആരും നിഷേധിക്കുന്ന കാര്യമല്ല. ആ വാജ്യവാഹനം തന്ത്രിയുടെ കൈവശമുണ്ട്, അത് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, അതിൽ നിയമപ്രകാരം പ്രശ്നമുണ്ടെങ്കിൽ കൃത്യമായ തരത്തിലുള്ള അന്വേഷണം നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ ഏത് അന്വേഷണത്തിനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തയ്യാറാണ്. വാജ്യവാഹനം തന്ത്രിക്ക് കൈമാറിയ വിഷയവും കൃത്യമായ തരത്തിൽ, വ്യക്തമായ തരത്തിൽ തന്നെ അന്വേഷിക്കട്ടെ. ഞങ്ങൾക്ക് സ്വർണ്ണക്കൊള്ളയിലും വാജ്യവാഹനം കൈമാറിയതിലുമൊക്കെ ഓപ്പൺ സ്റ്റാൻഡാണ്. എന്ന് വെച്ചാൽ തുറന്ന സമീപനമാണ്. ഏത് കാര്യവും, അത് 50 വർഷം മുമ്പുള്ള ചരിത്രമാണെങ്കിലും ഇപ്പോഴത്തെ കാര്യമാണെങ്കിലും വളരെ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണെങ്കിൽ വിധേയമാക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ ഈ വാജ്യവാഹനവും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, വാജ്യവാഹനം ഈ തന്ത്രിക്ക് കൈമാറുന്നത്, കൊടിമരം അത് പൊളിച്ച ശേഷം, ആചാരപരമായി പൊളിച്ച ശേഷം അതിന്റെ വാജ്യവാഹനം തന്ത്രിക്ക് കൈമാറിയത് വളരെ കൃത്യമാണ്, വളരെ ഓപ്പൺ ആയിട്ടാണ്, പരസ്യമായിട്ടാണ് കൈമാറിയത്. അസ്വസ്ഥരാവാതെ, എക്സ്ക്യൂസ് അല്ല, ഞാൻ എക്സ്ക്യൂസ് ആണ് എന്ന് അങ്ങ് പറയാതെ വെക്ക്. ഞാൻ പറയട്ടെ അതിനെ പറ്റി. വളരെ കൃത്യമാണ്. കാരണം ഇവിടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ സ്വന്തം ദ്വാരപാലക വിഗ്രഹങ്ങൾ എവിടെയാണെന്ന് ഇതുവരെ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അത് എക്സ്ക്യൂസ് ആണ് എന്ന് പറഞ്ഞ് അങ്ങ് അതിനെ നൈസായി അങ്ങ് ഒഴിവാക്കരുത്. വളരെ കൃത്യമാണ്. വാജ്യവാഹനം നൽകിയത് ഒഫീഷ്യലായിട്ടാണ്. ഒഫീഷ്യലായി
മഹസറിൽ രേഖപ്പെടുത്തിയ ശേഷമാണ് വാജിവാഹനം കൈമാറുന്ന സാഹചര്യം ഉണ്ടായത്. സംശയം ഉണ്ടെങ്കിൽ മഹസർ ഈ പരിശോധിക്കാവുന്ന സ്വർണം പൂശിയ സാഹചര്യം ചെമ്പ് തകിടിന്റെ നമുക്കിതിലൂടെ ഉണ്ട്. കാര്യത്തിലും അതാണ്. അത് പി എസ് ഇനി പ്രശാന്തൊക്കെ ഇനി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിന് മുമ്പുള്ള കാര്യങ്ങൾ. അതിന്റെ മഹസറിൽ വ്യത്യാസം അജിംഷാദെ. അത് സ്വന്തം ചെമ്പാക്കിയും പിച്ചളയാക്കിയും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ അഴിക്കുള്ളിൽ കിടക്കുന്നത്. അങ്ങേക്ക് പരിശോധിക്കാം. ഇനി സ്വർണ്ണക്കൊളയിൽ, ഈ സ്വർണ്ണക്കൊളയിൽ അതാണ് ഞാൻ പറഞ്ഞത്. സ്വർണ്ണക്കൊളയിൽ സ്വന്തം ചെമ്പാണെന്നും പിച്ചളയാണെന്നും ഒക്കെ എഴുതി അയ്യപ്പന്റെ ശ്രീകോവിലെ ദ്വാരപാലക വിഗ്രഹങ്ങളും പീഠങ്ങളും മാതൃകകളും അടക്കം കൃത്യമായ ഗൂഢാലോചന നടത്തി, ആസൂത്രിതമായ ഗൂഢാലോചന നടത്തി, വ്യക്തമായ ഇന്റൻഷനോടുകൂടി നടത്തിയതിന്റെ പേരിലാണ് CPM-ന്റെ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും 2 ദേവസ്വം ബോർഡ് മെമ്പർമാരും ഇപ്പോ അഴിക്കുള്ളിൽ കിടക്കുന്നത്. ദിവസങ്ങൾക്കോളം അവർ ജാമ്യാപേക്ഷ ബഹുമാനപ്പെട്ട നീതിപീഠം തള്ളുന്ന സാഹചര്യം ഉള്ളത്. ഇനി വാജിവാഹനവുമായി ബന്ധപ്പെട്ടു എങ്ങനെ കൈമാറി എന്നുള്ളത് ഇവിടെ തന്ത്ര സമാജം പുസ്തകത്തെ കുറിച്ച് അടക്കം ഇവിടെ പ്രതിപാദിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാനും ആ വിഷയത്തെ പറ്റി പരിശോധിച്ചു. തന്ത്ര സമുച്ചയം എന്ന് പറയുന്ന പുസ്തകമാണ്, തന്ത്ര സമാജമല്ല, തന്ത്ര സമുച്ചയം എന്ന് പറയുന്ന പുസ്തകമാണ്. കേരളത്തിലെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും ഇന്നും പിന്തുടരുന്നത് ഈ തന്ത്ര സമുച്ചയത്തിലെ വിധിപ്രകാരമുള്ള പൂജാക്രമങ്ങളാണ് എന്നുള്ളതാണ് എന്റെ പരിമിതമായ അറിവിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്. അതിൽ ക്ഷേത്ര നിർമ്മാണം, വിഗ്രഹ പ്രതിഷ്ഠ, പൂജകൾ, ഉത്സവം, കലശം, പ്രായശ്ചിത്തം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം സകല മേഖലകളും തന്ത്രവിദ്യയുടെ സകല മേഖലകളും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി തന്ത്രവിദ്യയുടെ സകല മേഖലകൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ ധ്വജപ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള ചടങ്ങുകളുടെ നടത്തിപ്പിനായി വളരെ കൃത്യമായ വ്യവസ്ഥകൾ ഇതിൽ പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ പറയുന്ന ഒരു കാര്യം, ഈ ലോഹമാണെങ്കിൽ ഗുരുവിന് കൊടുക്കുകയോ ഉപബിംബത്തിൽ ഒന്നായിട്ട് എടുക്കുകയോ ചെയ്യാമെന്ന് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് ശരി, അത് അവിടെ നിൽക്കട്ടെ. ഈ വാജുവാഹനം പൊതുവെ എല്ലാ കുടിമരകളുടെ മുകളിൽ ഇരിക്കുന്ന വാഹനമാണ്. അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് ഈ തന്ത്ര സമുച്ചയം എന്ന് പറയുന്ന കേരളത്തിലെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളും പിന്തുടരുന്ന താന്ത്രിക വിദ്യയുടെ ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥം. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കൈമാറിയത് എന്ന് ഇതിനോടകം തന്നെ ബഹുമാനപ്പെട്ട കഴിഞ്ഞിട്ടില്ല. പറയാം, താങ്കളുടെ പ്രതികരണം സമഗ്രമാകാൻ ഞാൻ ആഡ് ചെയ്യുകയാണ്. എനിക്കൊരു അസ്വസ്ഥതയുമില്ല. എനിക്ക് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, പ്രേക്ഷകരെ അറിയിച്ചാൽ മതി. ഞാൻ കേവലം ഒരു കോർഡിനേറ്റർ മാത്രമാണ്. നിങ്ങളൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം പറയേണ്ടത്. ഒരൊറ്റ കാര്യം അല്ല, ഈ ചെമ്പ് തകിട് പോയതും വാജിവാഹനം പോയതിനെയും രണ്ടിനെയും വ്യതിരിക്തമായി രണ്ടായി കാണാനൊന്നും ഞാൻ മെനക്കെടുന്നില്ല. ഒറ്റക്കാര്യം, ശബരിമലയുടെ കാര്യത്തിൽ നടന്ന ക്രമക്കേടുകൾ അത് എന്ന് മുതലുള്ളതായാലും അയ്യപ്പൻ്റെ മുതൽ കൊണ്ടുപോയവരെല്ലാം തിരിച്ച് അവിടെ എത്തിക്കുകയും അവരൊക്കെ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുകയും ചെയ്യണം. ഇതാണ് സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ കോടതിയെ തന്നെ അറിയിച്ചത് SIT വരുന്നതിന് മുമ്പ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. താങ്കൾ ഈ പറഞ്ഞ ലോഹമാചാര്യര്, തടി ദഹിപ്പിക്കൽ, പാറ ഒഴുക്കൽ, ഈ പരിപാടികളൊക്കെ എന്ത് കീഴ്വഴക്കങ്ങൾ ഉണ്ടായാലും അതിൽ വ്യക്തത തേടിയാണ് ഈ കുഴിക്കാട്ട് ഭട്ടതിരി, ദേവൻസൻ നമ്പൂതിരി, രാകേഷ് നമ്പൂതിരി അടക്കമുള്ളവർ ഉള്ള ആ യോഗത്തിൽ അവരുടെ സംശയങ്ങളും മറ്റുമെല്ലാം നിവാരണം ചെയ്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് 2012 ഒരു ഉത്തരവിറക്കുന്നത്. എന്താണ്? ഇതങ്ങനെ കൈമാറാൻ പറ്റില്ല. അത് വാജിവാഹനം മാത്രമല്ല, ഒരു മുതലുകളും ആ തരത്തിൽ കൈമാറാൻ പറ്റില്ല എന്ന്. ഇത് അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെയും അജയ് തറയിലിൻ്റെയും നേതൃത്വത്തിൽ എങ്ങനെ തന്ത്രിക്ക് കൈമാറും? അപ്പോൾ സ്വാഭാവികമായും 2003 ഈ ആരോപണ വിധേയനായ പോറ്റി അവിടെ കയറുന്നത്. അന്ന് ആരാണ് ഭരിച്ചിരുന്നത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഈ തട്ടിപ്പുകൾക്കൊക്കെ കൂട്ടുനിന്നുവോ ആ ദേവസ്വം ബോർഡും അതിൻ്റെ പരിധിയിലെത്തുകയല്ലേ? ഇപ്പോൾ പത്മകുമാറിനെ പിടിച്ചപ്പോൾ ആഘോഷിക്കുന്നു. അജയ് തറയിലും പ്രയാറുമൊക്കെ ഈ ചോദ്യങ്ങളുടെ മുനയിലേക്ക് എത്തുമ്പോൾ, പ്രയാർ ഇപ്പോൾ ഇല്ല, ഓക്കെ, പക്ഷേ അജയ് തറയിൽ ഈ ചോദ്യമുനയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ എന്തിനാണ് ഈ ഉരുണ്ടുകളി? തൗഫീഖ് രാജൻ, അതിലൊരു സെലക്ടീവ്നെസ് ഉണ്ട്. അങ്ങനെ ചോദ്യം കഴിഞ്ഞല്ലോ, ഇനി ഞാൻ ഉത്തരം പറയാം. അങ്ങനെ ചോദ്യം പൂർണ്ണമായും ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ അങ്ങ് കോർഡിനേറ്റർ ആണെങ്കിലും അങ്ങ് CPM-ന്റെ അനൗദ്യോഗിക വക്താവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരോടും അവർക്കെതിരെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. കോൺഗ്രസ് പ്രതിനിധിയായി ഞാനുമാണ്. ഇപ്പൊ എന്നേക്കാൾ ഇല്ലെങ്കിൽ CPM നേതാക്കന്മാരെക്കാൾ ആവശ്യത്തിലാണ് അങ്ങയുടെ സംസാരവും പ്രതികരണങ്ങളും ഒക്കെ. സ്വീകരിക്കല്ലേ. ശരി, ഇനി നമുക്ക് വിഷയത്തിലേക്ക് വന്നാൽ, ഇവിടെ അങ്ങ് ഇതിനെ ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ എന്നോണം ചേർത്ത് വായിക്കരുത് ശ്രീ അജിംഷാദ്. ഈ
വാജിവാഹനം നൽകിയത് വളരെ കൃത്യമാണ്, ഒഫീഷ്യലായിട്ടാണ്, മഹസറിൽ രേഖപ്പെടുത്തിയിട്ടാണ്, പരസ്യമായിട്ടാണ്. നേരെ മറിച്ച് അത് ഏതെങ്കിലും ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് പറയാൻ കഴിയോ? ഇല്ല. അതിനല്ലേ വളരെ അന്വേഷണം? കൃത്യമാണ്, വളരെ open അതിനല്ലേ ആയിട്ടാണ്. ഏതൊക്കെയാണ് വളരെ ഗൂഢാലോചന അജീഷ് നടന്നത്, വളരെ ഏതൊക്കെയാണ് നടന്നത് വളരെ അതിനല്ലേ open ആയിട്ടാണ് രാജൻ അന്വേഷണം? open ആയിട്ടാണ് ഇത്തരത്തിൽ നൽകിയത്. നേരെ മറിച്ച് ഇവിടെ ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങൾ, ശബരിമലയിലെ പീഠങ്ങൾ, വാതിലുകൾ അടക്കം കോടികളുടെ ലാഭത്തിന് വിറ്റ് തുളച്ച് കട്ടുമുറിച്ച് CPM നേതാക്കന്മാർ ഇന്നും അഴിക്കുള്ളിലാണെങ്കിൽ ശരി നീതിപീഠം തുടർച്ചയായി അവരുടെ ജാമ്യാപേക്ഷകൾ തള്ളുന്നു ശരി എന്നുണ്ടെങ്കിൽ ശരി വളരെ കൃത്യമാണ്. അവരെ വെള്ളപൂശാൻ അംഗീകരിക്കാൻ ശ്രമിക്കരുത്. ശരി ഇനി എനിക്കൊരു കാര്യത്തിൽ വ്യക്തത ആ വരുത്താനുണ്ട്. ആ ഇല്ല, 2012 ഈ ഉത്തരവ് ഇറങ്ങിയത്. 2012 13 ഈ ഉത്തരവ് ഇറങ്ങിയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2016 ഭരണസമിതിയാണ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനും ശ്രീ അജയ് തറയിലും അതോടൊപ്പം തന്നെ CPM-ന്റെ നേതാവ് ശ്രീ K രാഘവനും ഉൾപ്പെടെയുള്ള സമിതിയാണത്. അതിൽ തർക്കമൊന്നുമില്ലല്ലോ. ഇനി കൊടിമരം നീക്കം ചെയ്യുന്ന സമയത്ത് അവിടെ സ്വാഭാവികമായിട്ടും ഇവർ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്നവരല്ല. അവർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് ഏകദേശം 1.5 വർഷത്തോളം കാലമായി ആയിട്ടുള്ളൂ. ആ കാലഘട്ടം ചേർത്ത് വായിക്കുമ്പോൾ ആയിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, കൊടിമരം നീക്കം ചെയ്യുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു കമ്മീഷണർ അവിടെ വെച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറുപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമ്മീഷന്റെ നേതൃത്വത്തിലാണ് അത് നീക്കം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട്. സ്വർണ്ണവാളികൾ കൊണ്ടുപോയപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജില്ലാ ജഡ്ജി അവിടെയുണ്ട്. പരിണിത പ്രജ്ഞരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. വിജിലൻസ് SP ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇവരാണ് പറയുന്നത് 2012 ഇത്തരത്തിലുള്ള ഒരു ഉത്തരവുണ്ട്, അത് പ്രകാരം തന്ത്രിക്ക് കൊടുക്കരുത് എന്ന് പറയുന്നെങ്കിൽ കൃത്യമായിട്ട് പറയാം. ഇപ്പൊ ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥരെ പഴിയായിരുന്നു. ഇത് തന്നെയല്ലേ മറ്റുള്ളവരും പറയുന്നത്. പറയട്ടെ ശ്രീ കെ രാഘവന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ടു. അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം അന്നത്തെ ദിവസം ഒരുപക്ഷെ ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് വെക്കാം, വാദത്തിന് വേണ്ടി ശരിവെക്കാം. അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നൊന്നും പറയുന്നത് ശരിയല്ല. അദ്ദേഹം വാദത്തിന് വേണ്ടി ശരിവെച്ചാൽ പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസം ബോർഡ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് ഈ രേഖാമൂലം എന്തെങ്കിലും വിയോജനക്കുറിപ്പ് ശ്രീ കെ രാഘവൻ എഴുതി നൽകിയിട്ടുണ്ടോ? അത്തരത്തിൽ എഴുതി നൽകിയിട്ടുണ്ട് എന്നുണ്ടായിരുന്നെങ്കിൽ ഇവിടെ അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് ഇടപെടാമായിരുന്നു, അന്നത്തെ സർക്കാർ ഇടപെടാമായിരുന്നു. ഇപ്പൊ ഇന്ന് കെ രാഘവനടക്കം അജയ് തറയിലും പ്രയാറിനും ഒക്കെ ആപ്ലിക്കബിൾ അല്ലേ? അല്ല, അജയ് തറയിലിന് രണ്ടംഗങ്ങൾ ഉണ്ടായിരുന്നത് കോൺഗ്രസിനല്ലേ? അപ്പോ ഞാൻ പറഞ്ഞത് കെ രാഘവൻ കൂടി ആപ്ലിക്കബിൾ ആണ്. അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. ശരി, ഇനി മറ്റൊന്നും കൂടി ഉണ്ട് തൗഫീഖ്, ഇനി മറ്റൊന്നും കൂടിയുണ്ട്. ഞാൻ മറ്റൊന്നു കൂടിയുണ്ട്. ശ്രീ M ജയചന്ദ്രൻ, ഇവിടെ ഈ വാജിവാഹനത്തിന്റെ കാര്യം മാത്രം പറയുന്നു. ഈ ക്രമക്കേടിന് ഈ ചോറ് വെന്തോ എന്ന് നോക്കാൻ 2 വറ്റെടുത്താൽ മതിയല്ലോ. ക്രമക്കേടുകൾ നടന്നു. ഇവിടെ നോക്കൂ, ഈ കൊടിമരത്തിൻ്റെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഫോണക്സ് ഫൗണ്ടേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഹൈദരാബാദ് ബേസ്ഡായ കമ്പനിയാണ് ഇതിൻ്റെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അവരേതാണ്ട് 3.5 കോടിയോളം രൂപ ആ അർത്ഥത്തിൽ ബാങ്കിലേക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഘട്ടം ഘട്ടമായി. എന്നിട്ടും ഇതിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തി ഈ ദേവസ്വം ബോർഡ്. അപ്പോൾ അതിൻ്റെയും ബാധ്യത ഇവർ പറയേണ്ടതില്ലേ? അപ്പോൾ ഈ കാര്യങ്ങളിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന മുഖം എന്താണ് സംസാരിക്കുന്നത് ശ്രീ M ജയചന്ദ്രൻ? അല്ല, ഇത് ഈ തൗഫീഖ് രാജൻ ഇപ്പോൾ പറഞ്ഞ അല്ലെങ്കിൽ പൊതുവെ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് UDF-നെ അനുകൂലമായ പ്രസ്താവന പ്രതിരോധവും തീർക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത്, ഈ തന്ത്രസമുച്ചയവും കുഴിക്കാട്ട് വെച്ചതൊക്കെ അതാത് ആൾക്കാരുടെ അലമാരിയിൽ വെച്ച് മടക്കി വെച്ചേക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ 1949 ഒരു കവനൻ്റ് ഉണ്ടാക്കി. ആ കവനൻ്റ് പ്രകാരമാണ് ദേവസ്വം ബോർഡ് 50-ൽ രൂപീകരിക്കപ്പെട്ടത്, ഇപ്പോഴും തുടരുന്നത്. ദേവസ്വം ബോർഡിൽ ഈ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ സർക്കാരിന് അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിന് ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ ആൻഡ് ഓർഡർ, ആ 2 ചുമതലകൾ മാത്രമേ ഉള്ളൂ. പൊതുഭരണവും ക്രമസമാധാന പാലനവും മാത്രമേ ഗവൺമെൻറ്റിന് അവിടെ ഉള്ളൂ, ദേവസ്വം വകുപ്പിനുള്ളൂ. ബാക്കി ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ദേവസ്വം ബോർഡിനും അതിലെ ഉദ്യോഗസ്ഥന്മാർക്കും റിച്വസ്റ്റിക് ആയിട്ടുള്ള പാർട്ട് മുഴുവൻ തന്നെയും തന്ത്രിക്കും, ആ ചീഫ് പ്രീസ്റ്റാണ് തന്ത്രി. ഈ കവനൻ്റ് പ്രകാരവും തുടർന്നുള്ള ദേവസ്വം മാനുവൽ പ്രകാരവും ചീഫ് പ്രീസ്റ്റിനും മേൽശാന്തി അടക്കമുള്ള മറ്റ് വിഭാഗങ്ങൾക്കുമാണ്. അതല്ലാതെ അവിടെ കയറി ഇപ്പോൾ തൗഫീഖ് രാജൻ അടക്കം പലപ്പോഴും ചർച്ച ചെയ്യുന്നത് പോലെ കടകംപള്ളിയെ നേരെ പോയി പിടിക്കാനായി കടകംപള്ളിയെന്നല്ല
നേരത്തെ ഉള്ള ശിവകുമാർ എന്നല്ല, ഒരു മന്ത്രിമാരും ദേവസ്വം വകുപ്പിലെ ഒരു മന്ത്രിമാരും ദേവസ്വം ബോർഡിൻ്റെ ഒരു മിനിറ്റ്സിൽ ഒപ്പിട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഒപ്പിടാത്തത്? അവർക്ക് അധികാരമില്ലാത്തത് കൊണ്ടാണ്. അധികാരമില്ലാത്ത സ്ഥാനത്ത് അവരെങ്ങനെ തീരുമാനമെടുക്കും? തീരുമാനമെടുക്കേണ്ട പരിപൂർണമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിനാണ്. ഒരു ദേവസ്വം ബോർഡിൻ്റെ ഒരു മുൻ പ്രസിഡൻ്റാണല്ലോ ഇപ്പോൾ ഈ ചർച്ചയിലിരിക്കുന്ന പാനലിസ്റ്റായിട്ടുള്ളത്. അതിന് ഈ അജിംഷാദ് ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മറുവശമുണ്ട്. ആ മറുവശം ചൂണ്ടിക്കാണിക്കാനാണ് ഈ ചർച്ച ഞാൻ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്. കാരണം ഈ ദേവപ്രശ്നം നടത്തുക എന്നുള്ളത് ഒരു പിന്നെ ശബരിമലയിലെ സ്വർണം കവരാനായിട്ട് ഉപയോഗിച്ച ഒരു മാർഗമായിട്ടാണ് നമുക്ക് അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലേക്ക് ചെല്ലുമ്പോൾ മനസ്സിലാവുന്നത്. ഞാൻ അങ്ങനെ പറയാൻ പ്രത്യേകിച്ചൊരു കാരണം കൂടെ ഉണ്ട്. ഇയാൾ പിന്നെ ഉണ്ണിപ്പോറ്റി എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 2007 ശബരിമലയിൽ എത്തിയതെന്ന് പറയുന്നെങ്കിലും 2004 തന്നെ ഇയാളുടെ പ്രസൻസ് ശബരിമലയിൽ ഉള്ളതായിട്ട് എസ് ഐ ടി കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ ആരായിരുന്നു ആ സമയത്ത് ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നത്? ജി രാമൻ നായരായിരുന്നു. 2005 ജി രാമൻ നായരുടെ ഭരണസമിതിയാണ് അവിടെ ഒരു ദേവപ്രശ്നത്തിന് തീരുമാനിക്കുന്നത്. ജി രാമൻ നായർ അറിയാമല്ലോ, വലിയ കോൺഗ്രസ്സുകാരനായിരുന്നു, പിന്നീട് BJP-യിലേക്ക് പോയ നേതാവാണ്. അപ്പോൾ ആ ദേവപ്രശ്നം നടത്തിയിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ് അന്നത്തെ ആ ബോർഡ് തീരുമാനം എടുക്കുന്ന തിരുവാഭരണം എന്ന് പറയുന്നത് വളരെ പവിത്രമായി ശബരിമല ഭക്തർ കാണുന്നതും ശതകോടിക്കണക്കിന് മൂല്യമുള്ളതുമായ ഈ മകരവിളക്കിൽ മാത്രം ഭഗവാനെ കൊണ്ട് ചാർത്തുന്നതുമായി ആയ പന്തളം കൊട്ടാരത്തിൽ ബാക്കി സമയങ്ങൾ മുഴുവൻ സൂക്ഷിക്കുന്നതുമായ പ്രധാനപ്പെട്ട ഒരു ആഭരണ ശേഖരമാണ് തിരുവാഭരണം എന്ന് പറയുന്നത്. തിരുവാഭരണ ഘോഷയാത്ര പ്രസിദ്ധമാണല്ലോ. ആ തിരുവാഭരണം മൊത്തം ഒന്ന് പിന്നെ മിനുക്കണം, അതിൽ ചില അഴിച്ചുപണികൾ വേണം എന്ന് തീരുമാനിച്ച ബോർഡാണ് രാമൻ നായരുടേത്. അത് രാമൻ നായരുടെ ഭരണവുമായി ബന്ധപ്പെട്ട് എനിക്ക് വേറെ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് വേറെ ഉണ്ട്, അതിപ്പോൾ പറയുന്നില്ല. പക്ഷേ അന്നത്തെ ബോർഡിൻ്റെ കാലാവധി 4 വർഷമാണ്. പക്ഷേ 2006 പിന്നെ VS ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ദേവസ്വം വകുപ്പ് സഖാവ് G സുധാകരൻ മന്ത്രിയാവുന്നു. അപ്പോൾ VS സർക്കാർ ഒരു തീരുമാനമെടുത്തു. ദേവസ്വം ഭരണം 4 എന്നുള്ളത് 2 വർഷമാക്കി കുറച്ചു. അതോടുകൂടി രാമൻ നായരുടെ ഭരണം തീർന്നു. ഭയങ്കര അഴിമതി ഭരണമായിരുന്നു അത്. തീർന്നു. ഈ പറയുന്ന ഇതില്ലാതെയായി. ഏത് താങ്കൾ അതിനെക്കുറിച്ച് പരമ്പര എഴുതിയിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്, എൻ്റെ അറിവ് ശരിയാണ്. നമ്മുടെ അതെ അങ്ങനെ എഴുതുക മാത്രമല്ല, അതുവഴി രാമൻ നായരെ പറഞ്ഞുവിടാൻ സാധിച്ച ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ ആ സ്ഥാനത്ത് നിന്ന്. അത് വേറൊരു കാര്യം. പിന്നെ പക്ഷേ അത് കഴിഞ്ഞ് നമ്മുടെ CK ഗുപ്തനാണ് പ്രസിഡൻ്റാവുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഇപ്പോൾ പാനലിസ്റ്റായിട്ട് രാജഗോപാൽ സാർ വരുന്നുണ്ട്. രാജഗോപാൽ സാറിന് ശേഷമാണ് എന്ന് തോന്നുന്നു MP ഗോവിന്ദൻ നായർ. അതെ, ഗോവിന്ദൻ നായർക്ക് ശേഷം പ്രയാർ ഗോപാലകൃഷ്ണനെയൊക്കെ വട്ടം ചുറ്റിക്കുന്ന പണിയായിരുന്നു അന്നത്തെ ബോർഡിനുണ്ടായിരുന്നത്, ബോർഡ് മെമ്പർമാർക്കുണ്ടായിരുന്നത്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞില്ലേ, പ്രയാർ ഗോപാലകൃഷ്ണൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത അഗാധമായ സൗഹൃദം ഉണ്ടായിരുന്ന വ്യക്തികളാണ് കേട്ടോ. അത് മറ്റൊരു സംഗതി. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലോ, അജയ് തറയിൽ പറഞ്ഞില്ലേ ഈ ആചാര്യൻ അവകാശപ്പെട്ടതാണെന്ന്. ആചാര്യനല്ല അവകാശപ്പെട്ടത്, തൗഫീഖേ, അത് അവകാശപ്പെട്ടത് ആർക്കാന്നറിയാം? ഈ ലോഹമാണെങ്കിൽ അത് ഉരുക്കി യജമാനന് കൊടുക്കണം. ആരാണ് യജമാനൻ? ആചാര്യനല്ല യജമാനൻ. യജമാനൻ എന്ന് പറഞ്ഞാൽ വാച്യാർത്ഥത്തിൽ പറഞ്ഞാൽ ഉടമസ്ഥൻ. ആരാണ് ഉടമസ്ഥൻ? ഇവിടെ ദേവസ്വം ബോർഡാണ്. അപ്പോൾ ഉടമസ്ഥന് കിട്ടണം. ലോഹം ഉരുക്കി പുതുക്കി പണിത് പിന്നെ ആ വാജിവാഹനത്തിൻ്റെ ഈ ലോഹം ഉടമസ്ഥന് കിട്ടണം. അതിന് പകരം അജയ് തറയിൽ പറയുന്നത് അത് എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദേവസ്വം മാനുവലിലുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാൻ പറ്റും. അജയ് തറയിൽ പറഞ്ഞാലും അംഗീകരിക്കണം. തൗഫീഖ് രാജൻ ചർച്ചയിൽ പറഞ്ഞാലും അംഗീകരിക്കണം. ദേവസ്വം മാനുവലിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ. അതല്ല കുഴിക്കാട്ട് വെച്ചേ ഉണ്ടെന്ന് പറഞ്ഞാൽ അജയ് തറയുടെ സ്വന്തം ഷെൽഫിൽ വെക്കുക മാർഗമുള്ളൂന്നല്ലാതെ വേറെ നമുക്ക് പറയാൻ കഴിയില്ല അതിന്. കാരണം ഇത് പിന്നെ ഭരിക്കുന്നത് ദേവസ്വം ബോർഡാണെന്നേ. എന്തുകൊണ്ടാണ് സർക്കാരിന് ഭരിക്കാൻ പറ്റാത്തത്? സർക്കാർ മതേതരമാണ്, മതനിരപേക്ഷമാണ് സർക്കാർ. മതനിരപേക്ഷമായ സർക്കാരിന് മതസ്ഥാപനങ്ങൾ ഭരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മതനിരപേക്ഷമായ സർക്കാർ മതസ്ഥാപനങ്ങൾ ഭരിക്കാനായിട്ട് അതിൻ്റേതായ
സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത്. ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരമാണല്ലോ ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ്. അത് ഈ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവനും അങ്ങനെയാണ്. യൂണിയൻ ഗവൺമെൻറ്റിന്, കേന്ദ്ര സർക്കാരിന് ഒരു അമ്പലവും ഭരിക്കാൻ കഴിയില്ല, അവകാശമില്ല. അത് BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും പറ്റില്ല. കാരണം മതനിരപേക്ഷമാണ് ഗവൺമെൻറ് മതസ്ഥാപനങ്ങൾ ഭരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ എല്ലാ സ്റ്റേറ്റുകളിലും ഉള്ളത്. അപ്പോൾ അതൊക്കെ നമ്മുടെ മുമ്പിൽ വസ്തുതയായിട്ട് നിലനിൽക്കുകയാണ്. അന്നേരം കുഴിക്കാട്ട് വച്ചം കൊണ്ട് ഇറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? തന്ത്രസമുച്ചയം കൊണ്ട് ഇറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ മുമ്പിലുള്ള ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ഈ ദേവസ്വം ബോർഡ് മാനുവലാണ്. ആ മാനുവലിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ ഒരു കാര്യങ്ങളും മുമ്പോട്ട് നീക്കാൻ ഒരു നഖത്തിൻ്റെ നീളം മുമ്പോട്ട് നീക്കാൻ കഴിയില്ല തൗഫീഖെ. അതാണ് ഹൈക്കോടതി പറഞ്ഞത്. അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് അല്ല ഈ വിഷയത്തിലുള്ളത്. പിന്നെന്താണുള്ളത്? ഇവിടെ ഉള്ളത് ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ട് എന്ന് തന്നെ ഞങ്ങൾ കാണുന്നു. അതന്വേഷിക്കണം SIT. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് എവിടെയാണ് ഉണ്ടാകുന്നത്? ഈ പറഞ്ഞതുപോലെ പിന്നെ ഓവർ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ദേവസ്വം വകുപ്പിന് ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് ഉണ്ടാവാം. പക്ഷെ ക്രിമിനൽ കോൺസ്പിറസി അത് നടന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം എന്ന് ഒക്ടോബർ 10 ഹൈക്കോടതി സ്പെഷ്യൽ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുന്നത്. ആ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വന്നത് എന്താണ്? നമ്മൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു, അതുകൊണ്ട് പിന്നെ തന്ത്രിയെ ആജീവനാന്തം കള്ളനായിരുന്നു എന്ന് പറയാൻ കഴിയുമോ? ഇല്ല, അങ്ങനെ പറയുന്നുമില്ല. പക്ഷേ ഇന്ന് ഈ തന്ത്രസമാജത്തിൻ്റെയും തന്ത്രമണ്ഡലത്തിൻ്റെയൊക്കെ നേതാക്കൾ എറണാകുളത്ത് നടത്തിയ പ്രസ് മീറ്റിൽ എന്താണ് പറഞ്ഞത്? ബോധപൂർവം കൊടുക്കാൻ ആരോ ശ്രമിക്കുകയാണത്രേ. എന്ത് സൂക്കേടെന്നറിയോ ശ്രമിച്ചിട്ട്? ഇദ്ദേഹത്തിൻ്റെ പിന്നെ അറിവോടുകൂടിയാണ് നടന്നതെന്നുള്ളതിന് തെളിവ് കിട്ടുന്നത്. ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി നിയമിച്ച SIT കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുന്നതും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും. അതിന് പിന്നെ കൃത്യമായ എവിഡൻസ് ആ കോടതിയിൽ ഹാജരാക്കുന്നത് കൊണ്ടല്ലേ ജാമ്യം നിഷേധിക്കപ്പെടുന്നത് തൗഫീഖെ? അത് നമ്മുടെ മുമ്പിലുള്ള അനുഭവമല്ലേ തന്ത്രിക്ക് അനുഭവിക്കേണ്ടി വന്നത്? ബാക്കിയുള്ള താങ്കൾ പറഞ്ഞ ആൾക്കാർ ഉൾപ്പെടെ അകത്ത് കിടക്കുന്ന അതുകൊണ്ടല്ലേ? പിന്നെ തന്ത്രിക്ക് തന്ത്രിയുടേതായ വിലയും നിലയും ഒക്കെ ഉണ്ട്. പക്ഷേ ആ വിലയും നിലയും കളഞ്ഞു കുളിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ചില പ്രവർത്തികൾ ഉണ്ടാവുകയും അതിൻ്റെ ഗുണഭോക്താക്കൾ മറ്റ് പലരുമായി തീരുകയും ചെയ്ത സാഹചര്യം മനസ്സിലാക്കപ്പെട്ടു, പുറത്തു വന്നു. അതാണ് ഇതിലേക്ക് നയിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ പങ്ക് എന്താണെന്നുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. SIT അത് ഹൈക്കോടതി സമർപ്പിച്ചിട്ടുണ്ട്, പിന്നെ സീൽഡ് കവറിൽ. ഞാൻ തിരിച്ചെത്താം. ശ്രീ M. രാജഗോപാലൻ നായർ, നോക്കൂ, ഇവിടെ 1427 കാലങ്ങളിൽ എഴുതിയ ചേന്നാസ് നാരായണ നമ്പൂതിരിയുടെ ഈ തന്ത്രസമുച്ചയം, അതാണ് ഇവർ പലപ്പോഴും ഇപ്പോഴും കോട്ട് ചെയ്യുന്നത്. അതിന് വേറൊരു കുടുക്ക് കൂടിയുണ്ട്. അതായത് ഈ തന്ത്രസമുച്ചയം അത്തരത്തിൽ ആചാര സംബന്ധിയായ ലംഘനം ഉണ്ട്. അപ്പോൾ ആചാരങ്ങളെയും അതിൻ്റെ സംരക്ഷണങ്ങളെയും ഒക്കെയാണ് തങ്ങൾ നോക്കിയത്, അതാണ് ഇവർ അംഗീകരിക്കാത്തത് എന്നൊരു രാഷ്ട്രീയ കുരുക്ക് കൂടി അതിൻ്റെ മറവിലുണ്ട്. കാരണം മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് പല വിഷയങ്ങളെത്തുമ്പോഴും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ പല വിഷയങ്ങളും എത്തുന്ന ഘട്ടത്തിൽ ചെയ്തത്. അതിൻ്റെ ഒരു കുടുക്ക് അവിടെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഈ തന്ത്രസമുച്ചയത്തിലുണ്ട് എന്ന കാരണം പറഞ്ഞ് ദേവസ്വം ബോർഡ് ഇറക്കിയ ഒരു ഉത്തരവിനെ മറികടന്ന് പോകാമോ? ഒന്ന്. രണ്ട്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സ്പോൺസർ ഉണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് പണപ്പിരിവ് നടത്തുന്നത്? സ്പോൺസർ ഉണ്ടെങ്കിൽ അത് ഓഡിറ്റിന് വിധേയമാകാതെ കാര്യങ്ങൾ കടന്നു പോകും. എന്തിനാണ് അതിൻ്റെ മറവിൽ പണപ്പിരിവ് നടത്തിയത്? ഇതൊരു ചോദ്യമല്ലേ? സാധാരണ ഒരു കീഴ്വഴക്കം അത്തരത്തിലുണ്ടോ ശ്രീ രാജഗോപാലൻ? അതിൽ ചോദിച്ച ചോദ്യത്തിന് 2-3 ഭാഗങ്ങളുണ്ട്. ഈ സ്പോൺസർ ഉള്ളപ്പോൾ എന്തിനു പണപ്പിരിവ് നടത്തി എന്ന് ചോദിച്ച മൂന്നാമത്തെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുന്നില്ല. അത് വേറെ കാര്യം, എൻ്റെ വിഷയം. ഓക്കെ. ആദ്യം പറഞ്ഞ 2 കാര്യം, ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ നിയമാനുസൃതമുള്ള ഒരു ഉത്തരവിന് തന്ത്രസമുച്ചയമായാലും കുഴിക്കാട്ട് പച്ചയായാലും ഓവർ റൈഡ് ചെയ്യുമോ എന്ന ക്വസ്റ്റ്യനാണ് ആദ്യം ചോദിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം 1, ഞാൻ കുഴിക്കാട്ട് പച്ചയുടെ അല്പസ്വല്പം ഭാഗങ്ങൾ വായിച്ചു. തന്ത്രസമുച്ചയം ഞാൻ അങ്ങനെ വായിച്ചു. കുഴിക്കാട്ട് പച്ചയിൽ ധ്വജപ്രതിഷ്ഠ നടത്തുന്നതിനെ സംബന്ധിച്ച് പറയുന്നത് 6-ാം പടലത്തിലാണ്. കുഴിക്കാട്ട് പച്ചയുടെ ചാപ്റ്റർ എല്ലാം പടലമെന്നാണ്. അതിൻ്റെ 178-ാമത്തെ പേജ് മുതൽ 184-ാമത്തെ പേജ് വരെ എൻ്റെ കയ്യിൽ ആ പുസ്തകമുണ്ട് ഇപ്പോഴും.
അതിലാണ് ധ്വജപ്രതിഷ്ഠയെ സംബന്ധിച്ച് പറയുന്നത്. അതിൻ്റെ ആചാരപരമായ സകല കാര്യങ്ങളും, അത് ധ്വജം എത്ര പൊക്കം വേണം, എന്തുകൊണ്ടായിരിക്കണം, എന്തായിരിക്കണം അതിൻ്റെ അപ്പിയറൻസ്, എങ്ങനെയാണ് എന്ന് തുടങ്ങി അതിൻ്റെ പൂജ ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും അതിൽ പറഞ്ഞു. അതിൽ തന്ത്രസമുച്ചയത്തിൻ്റെ ചില ഭാഗങ്ങൾ കൂടി ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഇതെല്ലാം ഞാൻ വായിച്ചു, ഇപ്പോഴത്തെ ആവശ്യത്തിന് തന്നെ ഞാൻ വായിച്ചു നോക്കി ആ ചാപ്റ്റർ, 6-ാം പഠനം. അതിനകത്ത് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ പറയുന്നത് പോലെ ഒന്നുമില്ല. അത് തന്ത്രിക്കെടുത്തു കൊണ്ടുപോകാൻ അനുവദിക്കേണ്ട കാര്യം തന്ത്രസമുച്ചയത്തിന് വരുന്നില്ല. കാരണം അത് ആചാരപരമായ കാര്യമല്ല. തന്ത്രസമുച്ചയത്തിലായാലും കുഴിക്കാട്ട് ഉച്ചയിലായാലും പറയുന്ന പൂജാവിധികളെ സംബന്ധിച്ചും ക്ഷേത്ര രീതികളെ സംബന്ധിച്ചും ആചാരപരമായ കാര്യങ്ങളെയും സംബന്ധിച്ചുമാണ്. തന്ത്രിക്ക് എത്ര ശമ്പളം കൊടുക്കണമെന്ന് തന്ത്രസമുച്ചയത്തിലോ കുഴിക്കാട്ട് ഉച്ചയിലോ പറഞ്ഞിട്ടുണ്ടോ? ഇതെല്ലാം ദേവസ്വം ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽപ്പെട്ടാണ്. അതിപ്പോൾ ജയചന്ദ്രൻ സാർ പറഞ്ഞത് കറക്റ്റാണ്. അതിലൊരു ധാരണയുള്ളത്, ഇത്തരത്തിലുള്ള വാല്യുവബിൾ ആർട്ടിക്കിൾസ് അത് യജമാനന്റെ വകയാണ്. അത് ആരാണ് യജമാനൻ? അതിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ബോർഡാണ്, അല്ലാതെ ആചാര്യനല്ല. അതെ, ബോർഡാണത്. ബോർഡ് എന്ന് പറയുന്നത് പഴയ കാലത്തെ യജമാനൻ ഈ ക്ഷേത്രങ്ങൾ പരിപാലിച്ചിരുന്ന നാട്ടു പ്രമാണിമാരാണ്. അവരുടെ കയ്യിൽ നിന്നാണ് ക്ഷേത്രം നേരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ രാജാവിന്റെ കയ്യിലേക്ക് 1811 വരുന്നത്. കേണൽ മൺട്രോയുടെ വിളംബരം വഴി. അതിൻ്റെ ഭരണം രാജാവ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് 1949 കവനന്റ് ഉണ്ടാവുന്നതും ദേവസ്വം ബോർഡ് ഉണ്ടാവുന്നതും. ആ അധികാരങ്ങൾ അതുപോലെ കൈമാറി വന്നതാണ്. അതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സാണ്. ഇനി രാജാവിൻ്റെ കാലത്തെ ദേവസ്വം മാനുവലുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട് താനും. അതിലൊന്നും ഈ വക കാര്യങ്ങളെ സംബന്ധിച്ച് യാതൊന്നും പരാമർശിക്കുന്നില്ല. അപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞടയ്ക്കുന്നത് ശരിയല്ല. ഉണ്ടെങ്കിൽ ബോധ്യപ്പെടുത്തട്ടെ, കുഴപ്പമില്ല. ഇനി ഒരുപക്ഷെ ഉണ്ടെങ്കിലും അതിന് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ഉണ്ടോ? അതിന് സ്റ്റാറ്റ്യൂട്ടറി പവർ ഉണ്ടോ? അതിന് ആചാരത്തിന് ആചാരം എന്ന് നിങ്ങൾ പറയുന്നത് ഈ സാധനം എടുത്തു കൊടുക്കുന്നത് ഒരു ആചാരമല്ല. ഈ തന്ത്രിമാരുമായിട്ടുള്ള ചർച്ചയിൽ അവരുടെ ചില ആചാരങ്ങളെ സംബന്ധിച്ച് പോലും അവരുടെ ഡിമാൻഡ് ഉണ്ടായിരുന്നു. അത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ ഉത്തരവും ഇറക്കിയിട്ടുണ്ട്. അതായത് അതില് ക്ഷേത്ര കാമ്പൗണ്ടിനകത്ത് നടത്തുന്ന കാര്യങ്ങള് എന്താണ് ആചാരങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ സംശയം എന്തായിരുന്നു അന്ന് പറഞ്ഞ കാര്യം താങ്കൾ സൂചിപ്പിച്ചത്, അതൊന്ന് വിവരിച്ചാൽ. അവരുടെ ആചാരങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ ഒരു ചെറിയ ഡിമാൻഡ് ഉണ്ടായിരുന്നത് ആചാരങ്ങൾ, അതായത് ക്ഷേത്ര കാമ്പൗണ്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് തന്ത്രിയുമായി കൺസൾട്ട് ചെയ്യണമെന്നും അവരുടെ അഭിപ്രായം വാങ്ങിക്കണമെന്നും വ്യവസ്ഥ ചെയ്യണം എന്നാണ്. അത് ഞാൻ തന്നെ വായിച്ചു തരാം. ക്ഷേത്ര മതിലിനകത്തുള്ള വിഷയത്തിന് തന്ത്രിയുടെ അഭിപ്രായം ആരാഞ്ഞിരിക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിക്കേണ്ടതാണ്. നിർമ്മാണ വിഷയങ്ങളിൽ തുടക്കത്തിലും രൂപരേഖ തയ്യാറാക്കി സ്ഥാനം നിശ്ചയിച്ച ശേഷവും തന്ത്രിയുടെ അഭിപ്രായം ആരാഞ്ഞിരിക്കേണ്ടതാണെന്ന് നിർദ്ദേശിക്കാവുന്നതാണ്. ഇത് അവരുടെ ഡിമാൻഡാണ്. അത് ഞങ്ങൾ അംഗീകരിച്ചു കൊടുത്തു. അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ, അല്ലാതെ അവിടെയും മറ്റ് ആളുകളെ നിയമിക്കുന്ന കാര്യത്തിലൊന്നുമില്ല. ഇനി അടുത്ത അവരൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നത്, തന്ത്രി എന്തെങ്കിലും കാര്യത്തിന് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരോട് വിശദീകരണം ചോദിച്ച് കത്തയച്ചാൽ ദയവേത് ആ കത്തിനൊരു മറുപടി തരാനുള്ള നിർദ്ദേശം കൊടുക്കണമെന്നാണ് അവരെന്നോട് എൻ്റെ പ്രസൻസിൽ പറഞ്ഞത്. അത് കൊടുത്തു. തന്ത്രി വിശദീകരണം ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന കത്ത് 7 ദിവസത്തിനകം മറുപടി നൽകണം എന്ന് ഈ പറയുന്ന ഉത്തരവിൽ വ്യവസ്ഥ ചെയ്തു. അവരുമായിട്ടുള്ള ചർച്ചയിൽ അവർക്ക് ശമ്പളം കൊടുക്കുന്നതിന് അവർ 10 ദിവസത്തെ ഉത്സവം കഴിഞ്ഞ് വീട്ടിൽ പോയാൽ വീണ്ടും ശമ്പളത്തിന് വേണ്ടി നമ്മുടെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസ് മുകളിൽ ഇറങ്ങിക്കയറുന്ന ഒരു ഗതികേടുണ്ടെന്ന് അവരെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്. തീരുമാനം ഇതിൽ വരുത്തി കൊടുത്തു. ആ തീരുമാനം എന്ന് പറഞ്ഞാൽ അവരുടെ അക്കൗണ്ട് നമ്പർ വാങ്ങിച്ചിട്ട് അവർ തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അറ്റ് ദി ഏർലിയസ്റ്റ് അവരെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം പണം എന്നാണ്. അവരെ അങ്ങനെ അവഹേളിക്കാനല്ല, അവരുടെ പദവി അംഗീകരിച്ചുകൊണ്ട് അവരെ അഭിപ്രായം കൂടെ കണക്കിലെടുത്ത് തന്നെയാണ് ആ തീരുമാനം എടുത്തത്. അത് വളരെ എലാബറേറ്റ് ആണ്. അത് ആർക്ക് സംശയം ഉണ്ടെങ്കിലും ഞാൻ അയച്ചു തരാൻ തയ്യാറുമാണ്. ഈ കുഴിക്കാട്ട് ഭട്ടതിരി, ദേവസനൻ നമ്പൂതിരി, രാജേഷ് നമ്പൂതിരി ഒക്കെ ഇത്തരത്തിൽ ഈ ശബരിമലയുടെ മുതലുകൾ അല്ലെങ്കിൽ ഇങ്ങനെ പുതുക്കി പണിയുമ്പോൾ വരുന്നത് ഇത്തരത്തിൽ കൈമാറാൻ പാടില്ല, അത് ദേവസ്വത്തിലേക്ക് തന്നെ കെട്ടേണ്ടതാണ്, അവിടുത്തെ സ്ട്രോങ് റൂമിലോ അല്ലെങ്കിൽ ദേവസ്വം നിശ്ചയിക്കുന്നിടത്ത് വെക്കേണ്ടതാണ് എന്ന ഈ തീരുമാനത്തെ ഏതെങ്കിലും തരത്തിൽ ഇവർ
എതിർപ്പ് പ്രകടിപ്പിക്കുകയോ വിയോജിപ്പ് രേഖപ്പെടുത്തുകയോ ചെയ്തിരുന്നോ? അല്ല, ഞാനത് നേരത്തെ സൂചിപ്പിച്ചതാണ്. അതെ. ഈ പറയുന്ന തന്ത്രിമാരുമായി ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായം കൂടി അംഗീകരിച്ചാണ് ബോർഡ് തീരുമാനമെടുത്തത്. ആ തീരുമാനം ആ ദേവസ്വം കമ്മീഷണർ ഈ പറയുന്ന തന്ത്രി സമാജത്തിൻ്റെ ദക്ഷിണ മേഖലാ സമിതിക്ക്, അതായത് പുൽക്കാട് വാസുദേവൻ ഭട്ടതിരിപ്പാടിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഞങ്ങളുടെ ദേവസ്വത്തിൻ്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസാണ് ഏറ്റവും ലോവസ്റ്റ് ഓഫീസ്. AC ഓഫീസ് വരെ അത് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. അതിനാരും ഇതേവരെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ല. കാരണം അങ്ങനെ പറയാൻ പറ്റില്ല. ദേവസ്വത്തിൻ്റെ സ്വത്ത് ഒരു തന്ത്രിക്കോ ഒരു പൂജാരിക്കോ വേണം എന്നാവശ്യപ്പെടുന്നത് ഈ സമയത്ത് മൗഢ്യമല്ലേ? അതെ, തീർച്ചയായും. ശ്രീ തൗഫീഖ് രാജൻ, ഇനി എന്തു പറയും കോൺഗ്രസ് ഈ വിഷയത്തിൽ? ഇത് വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തോ എന്നുള്ളതല്ല, നിരോധിക്കപ്പെട്ട ഒരു സംഭവത്തെ എങ്ങനെയാണ് ഇവർ അനുഷ്ഠിച്ചത്, അതുവഴി പുറത്തെത്തുന്ന ഗൂഢാലോചനയുടെ വശമുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അതാണ് ഇവിടെ രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യേണ്ടത്. ഒരുപക്ഷെ ശ്രീ രാജഗോപാലൻ നായർ അത്തരം കക്ഷി രാഷ്ട്രീയ അധിഷ്ഠിതമായ ഒരു വിഷയത്തിലേക്കും പോകാത്തൊരു വ്യക്തിത്വം ആയതുകൊണ്ടാണ് അത് പറയാത്തത്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിലെ കണ്ടന്റ് സൂചിപ്പിക്കുന്ന വ്യക്തതകളുണ്ട്. അതിന് കോൺഗ്രസ് മറുപടി പറയേണ്ടതുണ്ട്. അവിടെ ഗൂഢാലോചന എന്ന കോൺഗ്രസിന്റെ വാദം ഇവിടെയും ആപ്ലിക്കബിൾ ആവുകയാണ്. തൗഫീഖ് രാജൻ, എങ്ങനെയാണ് ഇവിടെ ആപ്ലിക്കബിൾ ആവുന്നത് ശ്രീ അജിം ഷാദ്? അതാണ് ഇത്രയും നേരം ശ്രീ രാജഗോപാലൻ നായർ സൂചിപ്പിച്ച ആ ദേവസ്വം ബോർഡിന്റെ ഉത്തരവുമായി ബന്ധപ്പെട്ട് വ്യക്തമാകുന്നത്. ഇല്ല, എനിക്ക് അദ്ദേഹം പറഞ്ഞതടക്കം ഞാൻ വളരെ കൃത്യമായി കേട്ടിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് ഇവിടെ ഗൂഢാലോചന നടന്നത്? ഞാൻ എന്റെ വാദം പറയട്ടെ, എനിക്ക് പറയാനുള്ള സമയമാണ്. പറയൂ. സ്വാഭാവികമായിട്ടും ഈ വാജിവാഹനം എന്ന് പറയുന്ന കൊടിമരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന വാഹനം അത് കൊള്ളയടിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അത് ഇതുവരെ കണ്ടെടുക്കാതിരുന്നിട്ടുണ്ടോ? അതിനപ്പുറത്തേക്ക് ഇവിടെ ഉത്തരവ് മറികടന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു ഉത്തരവുണ്ട് എന്ന് ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങ് അല്പം മുമ്പ് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഇത് രണ്ടും ഉദ്യോഗസ്ഥന്മാരുടെ മുകളിൽ മാത്രം ഇപ്പോ സ്വർണ്ണപ്പാളി വന്ന ഘട്ടത്തിൽ ഉദ്യോഗസ്ഥന്മാരെ മാത്രം പഴിചാരാൻ കഴിയില്ല. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ മാത്രം പഴിചാരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് വളരെ സ്നേഹപൂർവ്വം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് സ്വർണം പൂശിയ ചെമ്പുപാളിയാണ് എന്ന് എഴുതിയ ആളാണ് അജിം ഷാദെ ഇപ്പോ അഴിക്കുള്ളിൽ ദിവസങ്ങൾ തോറും മുന്നോട്ട് നീങ്ങുന്നത്, ദിവസങ്ങൾ തോറും പിന്നിടുന്നത്, അഴിക്കുള്ളിൽ അകപ്പെട്ടത്, അഴിക്കുള്ളിലായത് വളരെ കൃത്യമാണ്. എന്താണ് ഈ സ്വർണം പൂശിയ ചെമ്പുപാളി എന്ന് എഴുതിയത്? അത് ഏതെങ്കിലും ദേവസ്വം ഉദ്യോഗസ്ഥനല്ല, ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റാണ്. ഇനി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് വന്നാൽ ഇവിടെ വളരെ കൃത്യമാണ്. ഈ വാജിവാഹനം വളരെ പരസ്യമായിട്ടാണ് ഇത്തരത്തിൽ കൊടുക്കുന്ന കാര്യം ഉണ്ടായത്. ഇനി അജിം ഷാദിനെ പണപ്പിരിവിന്റെ കാര്യത്തിൽ ആശങ്കയുണ്ടെങ്കിൽ അജിം ഷാദെ ഇവിടെ വളരെ കൃത്യമാണ്. എന്താണ്, ഒരു തരത്തിലും ശബരിമലയിലെ ദേവസ്വം ബോർഡിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ശബരിമലയിലേക്ക് ഒരു തരത്തിലുമുള്ള ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടില്ല. അങ്ങ് പറഞ്ഞ പണപ്പിരിവിലേക്ക് വന്നാൽ അന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏത് തരത്തിലുള്ള അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഓപ്പൺ സ്റ്റാൻഡാണ്. ഞങ്ങളുടെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അടക്കം ഇന്ന് നിങ്ങളുടെ അടക്കം മാധ്യമ പ്രവർത്തകരോട് ഈ കാര്യം വളരെ കൃത്യമായും വ്യക്തമായും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിന് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതാവിന്റെ ഒന്നും അനുമതി വേണ്ട. അത് സത്യം തെളിയാനാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. അത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതിന് സത്യം തെളിയും. മറുപടി വേണ്ട എന്ന് പറയുമ്പോ കോൺഗ്രസിന്റെ സ്റ്റാൻഡ് എന്താണ്? ഇവിടെ CPM നേതാക്കന്മാർ ഇത്ര ദിവസമായിട്ടും CPM-ന്റെ പ്രമുഖരായ 2 ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാർ, CPM-ന്റെ നേതാക്കന്മാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ആളടക്കം അഴിക്കുള്ളിലായിട്ട് അവർക്കെതിരെ ഇന്ന് ഈ നിമിഷം വരെ നടപടി എടുക്കാൻ ചാർജ് ഷീറ്റ് വരണ്ടേ? അതിന്റെ ഒരു ഫുൾ സ്റ്റോപ്പിലേക്ക് എത്തണ്ടേ? എന്താണ് CPIM-ഉം സർക്കാരും പറഞ്ഞതെന്താണ്? കോടതിയിലടക്കം സമഗ്രമായ അന്വേഷണം നടക്കണം എന്നതല്ലേ പറഞ്ഞത്? ഈ SIT രൂപീകരിക്കുന്നതിന് മുമ്പ് കോടതിയിലടക്കം ദേവസ്വം ബോർഡും സർക്കാരും പറഞ്ഞത് എന്താണ്? സമഗ്രമായ അന്വേഷണം നടക്കണം. അവർ പുറത്തു പറഞ്ഞത് എന്താണ്? രാഷ്ട്രീയം ഉപ്പ് നിന്നവർ വെള്ളം കുടിക്കട്ടെ, ആരെയും സംരക്ഷിക്കുന്നില്ല. താങ്കൾ ഈ പറഞ്ഞ സ്ഥാനമാനമുള്ളവരാണല്ലോ ജയിലിനകത്ത് ഇപ്പോൾ കിടക്കുന്നത്. സർക്കാർ ഇടപെട്ടിട്ടില്ലെന്ന് അതിൽ തന്നെ വ്യക്തമല്ലേ? ഇവിടെ പക്ഷപാതം കാട്ടുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് പറയൂ, എന്തിനാണ് ഈ പണം പിരിച്ചത്? എന്തിനാണ് ഉത്തരവ് മറികടന്ന് ഇത്തരത്തിൽ കൈമാറിയത് വാജിവാഹനം? കാരണം ഈ വാജിവാഹനം തന്ത്രിയുടെ പക്കൽ നിങ്ങൾ കൊടുത്തുവിട്ടത് അവിടെ ഉണ്ടായിരുന്നില്ല. എവിടെ പോയി? അത് കർണാടകയിലെ വ്യവസായിയുടെ അടുത്ത് പോയി.
ഞാൻ വളരെ പിന്നീട് കൃത്യമായി വിഷയമാകുമ്പോഴാണ് തിരിച്ച് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന സംശയിക്കാം. നിങ്ങൾക്ക് വളരെ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അട്ടിമറിക്കണം, ആ വിഷയം ചർച്ചയാവരുത്. അതിനുവേണ്ടി തീർത്തും ദുർബലമായ വാജിവാഹനം കൈമാറിയ ഒരു വിഷയം, അത് യാതൊരു വിധത്തിലും വർത്തമാന കാലത്ത് പ്രസക്തമല്ലാത്ത ഒരു എന്റെ വിഷയം. പൊന്ന് ആ വിഷയം പൊന്ന് തൗഫീഖ് രാജ, എന്റെ പൊന്ന് തൗഫീഖ് രാജ, ഈ ഈ സ്വർണമായാലും പാളിയായാലും വാജിവാഹനമായാലും ഇതെല്ലാം ക്രമക്കേടിന്റെ വശത്തിൽ വരുന്നത് തന്നെയാണ്. അല്ലാതെ അജയ് തറയിൽ തൊട്ടതുകൊണ്ട് വാജിവാഹനം വിശുദ്ധമാണ്, അത് നിസ്സാര വിഷയമാണെന്നും സ്വർണപ്പാളികൾ പത്മകുമാർ തൊട്ടതുകൊണ്ട് അത് പ്രശ്നമാണെന്നും ഒന്നും പറയേണ്ടതില്ല. ഇതെല്ലാം പുറത്തു വരട്ടെ. CPI നേതൃത്വത്തിലുള്ളു. അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. അവർക്ക് എന്താണ് അജണ്ട? ഒരു തരത്തിലും ഈ സ്വർണ്ണക്കൊള്ള ചർച്ചയായിരുന്നു അജീബ് സാറേ. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. ഈ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപട്ടിക അംഗീകരിച്ച പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ശങ്കരദാസ് ഉണ്ട്. ആ ശങ്കരദാസിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ രൂക്ഷമായ വിമർശനം നടന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായത്. ഇന്ന് CPIയുടെ ഏത് അവസ്ഥയിലാണ്? ശാരീരിക അവസ്ഥയിൽ അതല്ലേ കോടതി. അജീഷാദിനോടാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്താ പറഞ്ഞത്? ഉത്തമനായ കമ്മ്യൂണിസ്റ്റ്. ഇത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി അവിടെ പറയുന്നുണ്ടെങ്കിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ, അവരെ പ്രൊട്ടക്ഷൻ ഒരുക്കുകയാണ്. ഇത്തരത്തിൽ ശബരിമലയിൽ പ്രകടമായ ഇന്റൻഷനോടുകൂടി ഗൂഢാലോചന നടത്തി ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളും പീഠകളും വാതിലുകളും അടക്കം കോടികളുടെ ലാഭത്തിന് വിറ്റ് തുളച്ച് കട്ടുമുടിച്ച ആളുകൾക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കുകയാണ് CPI നേതൃത്വം എന്ന പറയാതെ അജീഷ് സാറേ. ഞാൻ പറയട്ടെ, ഈ കൊടിമരത്തിന് ചുറ്റുമുള്ള അഷ്ടദിക്പാലകരുണ്ട്, അവരുടെ വിഗ്രഹങ്ങൾ എവിടെ? അതെവിടെ? കൊടിമരത്തിലെ ബാക്കിയുള്ള പൊളിച്ചിട്ടുള്ള പാളികൾ, സ്വർണ്ണപ്പാളികൾ, അതിലെ ബാക്കി കാര്യങ്ങളൊക്കെ ദേവസ്വം സ്ട്രോങ് റൂമിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വാജിവാഹനം മാത്രം എങ്ങനെയാണ് പോകുന്നത്? ശങ്കരൻ കമ്മീഷൻ, അങ്ങനെയാണെങ്കിൽ വാജിവാഹനം മാത്രം എങ്ങനെയാണ് നിങ്ങൾ കൈമാറുന്നത്? ജസ്റ്റിസ് ശങ്കരൻ കമ്മീഷൻ സുപ്രീം കോടതി ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. അങ്ങനെയാണ് എങ്കിൽ ബാക്കിയുള്ളവ സ്ട്രോങ് റൂമിലുണ്ട് എന്ന് രാജൻ വാദിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ വാജിവാഹനം മാത്രം തന്ത്രിക്ക് കൈമാറുന്നത്? അതിലെ ദേവസ്വം ബോർഡ് ഉത്തരവ് അറിയാതെ പോകുന്നത്, കോർട്സിലാണ് അറിയാതെ പോകുന്നത് എന്ന് പറയുമ്പോ വളരെ കൃത്യമായി ഞാൻ മുൻപ് പറഞ്ഞു, തന്ത്രസമുച്ചയത്തിലെ അടക്കം കേരളത്തിലെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും ഇന്നും പിന്തുടരുന്നത്. ഇവ വാദത്തിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞു പോകരുത്. കേരളത്തിലെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ അടക്കം പിന്തുടരുന്നത് തന്ത്രസമുച്ചയം തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഞാൻ മുൻപ് തന്ത്രസമുച്ചയത്തിൽ പറയുന്നുണ്ടോ ഇത്തരത്തിൽ? തന്ത്രസമുച്ചയത്തിൽ പറയുന്നുണ്ടോ ഇത്തരത്തിൽ? അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടത്. യജമാനന് എന്നാണ് പറയുന്നത്. യജമാനൻ ആരാണ്? ദേവസ്വം ബോർഡ്. യജമാനൻ എന്നല്ല പറയല്ലേ തൗഫീഖ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ലോകമെങ്കിൽ ഗുരുവിന് കൊടുക്കുകയോ ഉപബിംബം യജമാനൻ ഗുരു ആചാര്യന്മാരെ ഗുരുവായോ? യജമാനൻ, ഹൂ ഈസ് യജമാനൻ? ഹൂ ഈസ് ഓണർ? താന്ത്രികപരമായി തന്ത്രിയാണ്. ഈ ദേവസ്വം പ്രകാരം അല്ലെങ്കിൽ ആചാരപ്രകാരം തന്ത്രിയാണ് ഗുരു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അങ്ങനെയൊക്കെ അടക്കം പ്രത്യേക വർഷം യജമാനൻ ആരാണ്? യജമാനൻ? അതിന്റെ ഉടമസ്ഥൻ ആരാണ്? ഞാൻ ഓപ്പൺ സ്റ്റാൻഡ് പറഞ്ഞു. ഇത് അന്വേഷിക്കട്ടെ. അജിൻഷാദിന് ഇനി ആശങ്കയാണ്. എവിടാണ് അജിൻഷാദിന്റെ ആശങ്ക? ഇത് കൊടുത്തതിലാണ്. എന്റെ അജിൻഷാദിനെ കൊള്ളയടിച്ചിട്ടില്ല, ആ പരാമർശം തെറ്റാണ്. ഇത് വളരെ കൃത്യമാണ്. എവിടാണ്? ശബരിമല തന്ത്രിയുടെ കൈവശമുണ്ട്, അദ്ദേഹം ആവശ്യപ്പെട്ടത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ സൂചിപ്പിക്കട്ടെ, ഇവിടെ വളരെ കൃത്യമാണ്. കൊള്ളയടിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് ആരുടെ കൈവശമാണ്? ആര് പറഞ്ഞു കൊള്ളയടിച്ചിട്ടില്ലെന്ന്? എങ്ങനെ വ്യക്തതയുണ്ട്? ഇപ്പോൾ കണ്ടെടുത്ത വാജിവാഹനം അവിടെ നിന്ന് പൊളിച്ച വാജിവാഹനമാണെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? തൗഫീഖ് രാജൻ? ഇപ്പോൾ കണ്ടെടുത്ത തന്ത്രിക്ക് നിങ്ങൾ കൈമാറി തിരിച്ച് കണ്ടെടുത്ത വാജിവാഹനം അത് ശബരിമലയിൽ നിന്ന് കൊടിമരത്തിൽ നിന്ന് പൊളിച്ചെടുത്തതാണ് എന്ന് വ്യക്തത വരുത്തുന്ന എന്തെങ്കിലും വശം നിങ്ങളുടെ പക്കലുണ്ടോ? പിന്നെങ്ങനെയാണ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന് നിങ്ങൾ പറയുന്നത്? അപ്പോ നിങ്ങൾ ഈ ഇടപാടുകൾക്ക് ചൂട്ടുപിടിക്കുകയാണ് എന്ന് ഞാൻ വാദിച്ചാൽ മറുപടി ഉണ്ടോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും തോന്നിയാൽ അതിന് ഉത്തരവുണ്ടോ? പ്രയാർ ഗോപാലകൃഷ്ണന്റെയും ബഹുമാനപ്പെട്ട അജയ് തറയിലെ അടക്കമുള്ള ആളുകളുടെ, അങ്ങനെയെങ്കിൽ അപ്പുറത്തേക്ക് കെ രാഘവന്റെ ചിത്രം കൂടി ഉൾപ്പെടുത്തണം. ആ കെ രാഘവൻ ആരാണ്? ഇതേ ദേവസ്വം ബോർഡിൽ മെമ്പർ ആയിട്ടുള്ള ആളാണ്. ആ ദേവസ്വം ബോർഡ് മെമ്പർ ഏതെങ്കിലും വിയോജന കുറിപ്പ് എഴുതിയെന്ന അജിംഷാദിന് അറിയാവോ? അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല. ശ്രീ എം ജയചന്ദ്രൻ കെ രാഘവന്റെ പേര് എന്തുകൊണ്ട് വന്നില്ല? ശരിയായിരിക്കാം, ഈ വാജിവാഹനം കൈമാറുന്ന ഘട്ടത്തിൽ കെ രാഘവൻ അവിടെ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം അറിയുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ദേവസ്വം ബോർഡിൽ 2 അംഗങ്ങളും ഭൂരിപക്ഷം കോൺഗ്രസ് നിയമിച്ചതാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ കെ രാഘവന് ധാർമ്മികമായ ഉത്തരവാദിത്വമില്ല. അതാണ് കോൺഗ്രസ് ചോദിക്കുന്ന ഒന്ന്. 2,
ഈ വാജിവാഹനം സംബന്ധിച്ച് ഇങ്ങനെ കൈമാറിയത് എവിടെയും പോയിട്ടില്ലല്ലോ, അതിലെന്ത് നിഗൂഢത എന്നാണ്, അതിലൊരു വ്യക്തത വരുത്തൂ ശ്രീ ജയചന്ദ്രൻ. അങ്ങനൊന്നും അല്ലെന്ന് ഈ പറയുന്നത് പോലെ ഒന്നും അല്ല വസ്തുതകൾ. ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അജിംഷാദെ, ഈ വാജിവാഹനം കൊടുത്തു 2017 കൊടിമര പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞിട്ട് വാജിവാഹനം കൊടുക്കുന്നു. പിന്നെ അതങ്ങ് ആ വിഷയം ആരും അത് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. ആ വിഷയം പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ ബോർഡിൻ്റെ കാലത്താണ് ഇത്ര ഒരു പ്രശ്നം ഉണ്ടായത് എന്നുള്ള സംഭവം പോലും എപ്പോഴാണ് വരുന്നത്? ഇതാദ്യം ഇത് സംബന്ധിച്ച് മറ്റൊരു ചാനലിൽ ഞാനാണ് ചർച്ച ഓപ്പൺ ചെയ്യുന്നത് തന്നെ. അത് മറ്റൊരു സംഗതി, ഇവിടെ അതിന് പറയാനുള്ള സമയമില്ലല്ലോ ഇനി. അതിനുശേഷമാണ് ഇതിലേക്ക് വരുന്നത്. എവിടെ പോയി? അന്നുണ്ടായിരുന്ന സാധനങ്ങളുണ്ടല്ലോ, അന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായിരുന്നു? അന്ന് കൊടിമര പുനഃപ്രതിഷ്ഠയായിരുന്നല്ലോ. കൊടിമരം പുനഃപ്രതിഷ്ഠിക്കാൻ കാരണം തന്നെ എന്താണ്? ഉറുമ്പരിച്ചു. ഉറുമ്പരിച്ച തടിയിൽ ഉറുമ്പിരിക്കുമോ? ഇല്ല, തടിയിൽ ഉറുമ്പരിക്കും. അപ്പോൾ തടിയാണിത്. നോക്കിയപ്പോഴോ കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റ് ഉറുമ്പരിക്കുമോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ പുറകിൽ എന്തോ നടന്നിട്ടുണ്ട്. അപ്പോഴാണ് ഈ വാജിവാഹനത്തിൻ്റെ പ്രശ്നം പിന്നെ കൊണ്ടുപോയി എന്ന് പറയുന്നത്. കൊണ്ടുപോയ സാധനം എവിടെ സാർ? ഈ വാജിവാഹനം പിന്നെ തന്ത്രിക്ക് കൊടുത്തു വിട്ടു. അദ്ദേഹം അതെന്ത് ചെയ്തു എന്ന് ആ അന്വേഷണം തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടവർ, പോലീസൊന്നുമല്ല, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പലരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഈ വാജിവാഹന സാധനം ഹൈദരാബാദിലൊക്കെ ചെന്ന് പല വീടുകളും പ്രദർശിപ്പിക്കുന്നതായി പൂജിക്കുന്നതായൊക്കെ അറിയുന്നത്. ഒരു ദിവസം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മനോരമ ചാനലിൽ വെച്ച് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളിങ്ങനെ പറയുന്നത് ഉത്തരവാദിത്തത്തിലാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ബോധ്യമാണ്. അതങ്ങനെ ഒരു ടെലിവിഷൻ ചാനലിൽ ഇങ്ങനെ അങ്ങനെ പറയുന്നത് മര്യാദയാണോ? ഞാൻ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മര്യാദ അല്ലെങ്കിൽ നിങ്ങളടക്കമുള്ളവരെ കൊണ്ടുപോയി എനിക്കെതിരെ പിന്നെ അപകീർത്തി കേസ് കൊടുക്കുക, ഞാൻ നേരിട്ടോളാം, അത്രേ ഉള്ളൂ കാര്യം എന്ന് എനിക്ക് തീർത്ത് പറയേണ്ടി വന്നു. അപ്പോൾ അവിടെ ഈ വാജിവാഹനം എവിടെയാണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദിൽ പോയി തെളിവ് ഞാൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം പറയുന്നത്, ആര് പിന്നെ തന്ത്രി പറയുന്നത്, വാജിവാഹനം എൻ്റെ പക്കലുണ്ട്. അതുവരെ എവിടെയാണെന്നുള്ളത് പറയുന്നില്ല, എൻ്റെ പക്കലുണ്ട് എന്ന് പറയുന്നു. അപ്പം പുറത്തേക്ക് വരികയാണ്, എൻ്റെ കയ്യിലുണ്ട് ആ സംഗതി, ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെക്കേണ്ടതാണോ? അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നുള്ളത് സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഇത് ഒരു വാജിവാഹനമായിട്ട് മാത്രം ബന്ധപ്പെട്ട കേസല്ല. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുടെ ഒരു സീരീസ് ഓഫ് ക്രൈംസ് എന്നുള്ള ഒരുപാട് ഞാൻ ചർച്ച അവസാനിക്കും മുമ്പ് ഒരൊറ്റ കാര്യം കൂടി ശ്രീ രാജഗോപാലൻ നായർ, ഒരൊറ്റ കാര്യം കൂടി. അതായത് ഇപ്പോൾ കണ്ടെടുത്ത വാജിവാഹനം അല്ലെങ്കിൽ ലഭിച്ച വാജിവാഹനം അത് ഇവർ കൈമാറിയ വാജിവാഹനമാണ് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഞാൻ താങ്കളെ കക്ഷി രാഷ്ട്രീയമായ അതിലേക്കൊന്നും ഞാൻ ബന്ധിപ്പിക്കുന്നില്ല. അത് ഇപ്പോൾ കണ്ടെടുത്തത് ശബരിമലയുടെ തന്നെയാണെന്ന് വ്യക്തമാകുന്ന എന്തെങ്കിലും തെളിവുകൾ നമ്മുടെ പക്കലുണ്ടോ? അല്ല, അതൊരു കാര്യമുണ്ട്. അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം സീസ് ചെയ്ത ആർട്ടിക്കിളാണ്. അതെ, ഒരു വീട്ടിൽ നിന്ന്, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെ സെർച്ച് ചെയ്ത് സീസ് ചെയ്ത സാധനമാണ്. അപ്പോൾ ദർ ഈസ് എ പ്രിസംപ്ഷൻ അദ്ദേഹം പിന്നെ എടുത്തുകൊണ്ട് പോയതാകാമെന്ന്. ഇനി അതുകൊണ്ട് മാത്രമായില്ല, ഈ വാജിവാഹനം ഇപ്പോൾ സീസ് ചെയ്തിരിക്കുന്ന സാധനം അത് സയന്റിഫിക് പരിശോധന നടത്തി അതിൻ്റെ റിപ്പോർട്ടോടുകൂടി മാത്രമേ കോടതി കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യുള്ളതാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ കഴിയും. SIT ചെയ്യുമ്പോൾ അത് ഇവിടെ സയന്റിഫിക് എക്സാമിനേഷന്റെ ആവശ്യമുണ്ട്. തീർച്ചയായും. താങ്ക് യു സാർ. അതായത് ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ് ഇതിലേക്ക് മുടക്കേണ്ടതില്ല. ആരായാലും ഉപ്പ് നിന്നവർ വെള്ളം കുടിക്കട്ടെ. അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് കോടതി പറഞ്ഞു. ആ അന്വേഷണം നടക്കട്ടെ. അതിൽ പങ്കിലമായ കൈകളുള്ളവർ പിടിക്കപ്പെടട്ടെ. അത് മാത്രമാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്.